അന്ധകാരത്തിന്മേൽ ആധിപത്യം നൽകുകയുള്ളൂ. അന്ധകാരത്തിന്മേൽ നിങ്ങൾ ആധിപത്യം നൽകുന്നു. അന്ധകാരത്തിൽ ഞാൻ നിങ്ങൾക്ക് ആധിപത്യം നൽകും. ഈ ലോകത്തെ പ്രകാശിപ്പിക്കാനുള്ള കൃപ ഞാൻ നിങ്ങൾക്ക് നൽകും. പ്രകാശിക്കും. പുതിയ വിശ്വാസത്തിന്റെ വഴി ഞാൻ നിങ്ങൾക്ക് തുറന്നു തരുന്നു. പുതിയ വെളിപ്പെടുത്തൽ തരുന്നു. ഇത് വിശ്വസിക്കുകയും സ്വീകരിക്കുകയും. ആമേൻ, ആമേൻ. ഈ പ്രവചനത്തിന്റെ കൺഫർമേഷൻ ആയിട്ട് ഗർഭാശയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ സൗഖ്യപ്പെടുത്തുന്നു. ആർക്കോ ഭയം, എന്തു ചെയ്യാനുള്ള ഭയം എടുത്തു മാറ്റുന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. പ്രൈസ്. ഒന്നുകൂടി സ്തുതിച്ചേ, എല്ലാവരും ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. പ്രൈസ് യു ലോർഡ്. പ്രൈസ് യു ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. പ്രൈസ് യു ലോർഡ്. പ്രൈസ് യു ജീസസ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. പ്രൈസ് യു ലോർഡ്. പ്രൈസ് യു ജീസസ്. ആമേൻ. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ എന്താണ്, ദൈവത്തിൻ്റെ നാമം കരുണയാണ് എന്നുള്ള എഴുതപ്പെടാത്ത ചാക്രിക ലേഖനം അല്ലേ, എഴുതപ്പെടാത്ത ചാക്രിക ലേഖനമാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയെ എന്താണ് അഭിമുഖം ചെയ്ത. അപ്പോൾ എഴുതപ്പെടാത്ത ചാക്രിക ലേഖനമായിട്ടാണ് ഈ ചാക്രിക ലേഖനത്തെ അല്ലെങ്കിൽ ഈ പ്രബോധനത്തെ അറിയപ്പെടുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ നാമം കരുണയാണെന്നുള്ളതിൻ്റെ 6-ാം ഭാഗത്തിലേക്ക് അല്ലെങ്കിൽ 6-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. 6-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ആ പുസ്തകം നിങ്ങൾ എടുത്തോട്ടോ, 6-ാമത്തെ അധ്യായം കേട്ടോ. 6-ാമത്തെ അധ്യായം അല്ലെങ്കിൽ 6-ാമത്തെ ഭാഗം കേട്ടോ. അപ്പം ഞാനതിവിടെ വായിക്കാൻ പോകണേ. ഹല്ലേലൂയ. പ്രൈസ് യു ലോർഡ്. ഇങ്ങനെ പിടിച്ചോട്ടോ, പിടിച്ചോ പറയുമ്പോൾ. അത് ഞാനിവിടെ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴത്തേക്ക് അതൊന്ന് നിനക്ക് നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഹെഡ്ലൈൻ കണ്ടായിരുന്നു, നിയമത്തിൻ്റെ പണ്ഡിതരല്ല ഇടയന്മാർ അല്ലേ. നിയമത്തിൻ്റെ പണ്ഡിതരല്ല ഇടയന്മാർ. ഇടയന്മാരെന്നൊക്കെ പറയുമ്പോൾ ആരെക്കുറിച്ചാണ് പ്രതിപാദിക്കണേന്നുള്ളത് മനസ്സിലായല്ലോ അല്ലേ. അപ്പം നിയമത്തിൻ്റെ പണ്ഡിതരല്ല ഇടയന്മാർ എന്നുള്ളതാണ് അതിൻ്റെ തലക്കെട്ട്. അപ്പം എന്നിട്ട് ഫ്രാൻസിസ് മാർപ്പാപ്പയോട് അഭിമുഖം നടത്തുന്ന ആൾ ആദ്യത്തെ ചോദ്യം 6-ാം ഭാഗത്തിൽ അല്ലെങ്കിൽ 6-ാമത്തെ അധ്യായത്തിൽ ആദ്യത്തെ ചോദ്യം ചോദിക്കുകയാണ്. എന്തെന്നാണ്? ഒരാളുടെ പാപങ്ങൾ അംഗീകരിക്കപ്പെടാത്ത കരുണയുണ്ടോ? അപ്പം ഞാനതിനെ തിരിച്ചു വായിക്കുകയാണ്. അതായത് എന്താണ് തിരിച്ചു, ഒരു സെക്കൻഡ്, തിരിച്ചു വായിക്കണത് എന്തെന്നാ, ഇതിപ്പോൾ ആരോ അഡ്മിറ്റ് വന്നേക്കണേ ദൈവമേ. അതെങ്ങനെയാണ് എടുക്കണേ? ഓക്കെ ഓക്കെ ഇപ്പം ഇതിങ്ങനെ വെക്കാട്ടോ. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ഒന്നും അത്ര ക്ലിയർ ആയിരിക്കണമെന്നില്ല, കാരണം ഇതിപ്പോൾ നമ്മൾ ഫോണിലൂടെയാണ് ചെയ്യണേ അല്ലേ. അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ നിങ്ങളത് നോക്കിയാൽ മതി. ഇപ്പോൾ നമ്മുടെ സൗണ്ട് കറക്റ്റാണല്ലോ അല്ലേ, സൗണ്ട് കറക്റ്റാണല്ലോ. അതിലെന്തെങ്കിലും മിസ്സിങ് വന്നാൽ മാത്രമേ ഒന്ന് അപ്പം തന്നെ പറയണേ. അപ്പോൾ ഞാൻ വായിക്കാൻ പോവാണ്. ഒരാളുടെ പാപങ്ങൾ അംഗീകരിക്കപ്പെടാത്ത കരുണയുണ്ടോ എന്നുള്ളത്. അപ്പോൾ ഞാൻ അതിനെ തിരിച്ചിങ്ങനെ ഒന്ന് പറയട്ടെ. എന്താണ് കരുണ അംഗീകരിക്കാത്ത പാപങ്ങളുണ്ടോ? അതായത് മനസ്സിലായോ? കരുണ അംഗീകരിക്കാത്ത പാപങ്ങൾ പെട്ടെന്ന് മനസ്സിലാവും അല്ലേ. അതായത് ചില പാപങ്ങൾക്ക് കരുണ കിട്ടില്ല, അങ്ങനെ വല്ലതുണ്ടോ? അങ്ങനത്തെ ചിന്ത അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ചിന്തിക്കണുണ്ടോ? അല്ലെ അങ്ങനത്തെ ഒരു സ്ഥിതിവിശേഷം ഉണ്ടോ?
അങ്ങനെ ഒരു കാര്യം നിലനിൽക്കുന്നുണ്ടോ? മനസ്സിലായോ? ഒരാളുടെ പാപങ്ങൾ അംഗീകരിക്കപ്പെടാത്ത കരുണയുണ്ടോ? അങ്ങനത്തെ ഒരു കരുണയാണ്. അപ്പോൾ ഇന്ന പാപങ്ങൾ ചെയ്താൽ നമുക്ക് കരുണ ചിലപ്പോൾ കിട്ടില്ല, അങ്ങനെ ഉണ്ടോ എന്നാണ് ഈ ചോദ്യം. മനസ്സിലാവുണ്ടോ? അപ്പോൾ ആ ചോദ്യത്തിന് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഉത്തരമാണ് കരുണ നിലവിലുണ്ട്. ഉണ്ടോ? കരുണ ഓൾറെഡി ഉണ്ട് അവിടെ. മനസ്സിലാവുണ്ടോ? കരുണ നിലവിലുണ്ട്. പക്ഷെ നിങ്ങൾക്കത് സ്വീകരിക്കാൻ താല്പര്യമില്ലെങ്കിൽ, നിങ്ങൾ സ്വയം ഒരു പാപിയാണെന്ന് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ, അതിനർത്ഥം നിങ്ങൾ അത് സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്നാണ്. അതിനർത്ഥം അതിൻ്റെ ആവശ്യകത, അതായത് എന്തിൻ്റെ ആവശ്യകതയാണ്? കരുണയുടെ ആവശ്യകത നിങ്ങൾക്ക് അനുഭവപ്പെടുന്നില്ലെന്നാണ്. ചിലപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് കൃത്യമായി അറിയാൻ പ്രയാസമാണ്. ഇതിലല്ല ഇതിപ്പോൾ ആ PDF ഉണ്ടായിരുന്നെങ്കിൽ അവൾക്കൊന്ന് അയച്ചു കൊടുക്കാറുന്നില്ല. അപ്പോൾ അത് അവൾ ഫോണിലൂടെ നോക്കാൻ പറ്റും. ഇത് ശ്രദ്ധിച്ചോട്ടോ നിങ്ങൾ. എന്തെന്നാണ് അതിനർത്ഥം? അതിൻ്റെ ആവശ്യകത നിങ്ങൾക്ക് അനുഭവപ്പെടുന്നില്ലെന്നാണ്. ചിലപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് കൃത്യമായി അറിയാൻ പ്രയാസമാണ്. ചില സമയങ്ങളിൽ നിങ്ങൾ സംശയിക്കുന്നു. നിങ്ങൾക്ക് വീണ്ടും നിങ്ങളുടെ കാലിൽ നിൽക്കുന്നത് അസാധ്യമാണെന്ന് നിങ്ങൾ കരുതുന്നു. അപ്പോൾ ഇവിടെ സ്വന്തം കാലിൽ നിൽക്കുക എന്നുള്ള ഒരർത്ഥമാണ് പറയണം. അപ്പോൾ എന്ത് കാര്യത്തിന്മേലാണത്? അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ ഭൂമിയിൽ നമ്മുടെ ഒരു ഭാഷാശൈലിയിൽ നമ്മൾ ചിന്തിക്കും, ഫിനാൻഷ്യലായിട്ട് സ്റ്റേബിൾ ആകുന്ന ഒരു രീതി ഉണ്ടല്ലോ, സ്വന്തം കാലിൽ നിൽക്കാൻ പഠിക്കണം, അല്ലെ ബിസിനസ് ചെയ്ത് ജോലി ചെയ്ത് സ്വന്തം കാലിൽ നിൽക്കാനുള്ളൊരു ഇത് നമുക്ക് ഉണ്ടാവണം. അങ്ങനെയാണോ ഇവിടെ പറയണേ? അങ്ങനെയല്ല എന്നുള്ളത് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. വീണ്ടും അതിവിടെ ആ വാക്കുകൾ വീണ്ടും വരികയാണ്. അപ്പോൾ എന്തെന്നാണ് പറയണേ? നിങ്ങൾക്ക് വീണ്ടും നിങ്ങളുടെ കാലിൽ നിൽക്കുന്നത് അസാധ്യമാണെന്ന് നിങ്ങൾ കരുതുന്നു. അതല്ലെങ്കിൽ നിങ്ങളുടെ മുറിവുകൾ, അതായത് പാപത്തിൻ്റെ മുറിവുകൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്നു. നിങ്ങൾ ഒരു നായയെ പോലെ നിങ്ങളുടെ മുറിവുകൾ നാവ് കൊണ്ട് നക്കിക്കൊണ്ടിരിക്കാം. അപ്പോൾ ഇതൊക്കെ ഭയങ്കര ഭയങ്കര കനം പിടിച്ച ഒരു വാക്കായിട്ടാണ് എനിക്ക് തോന്നണത്, അല്ലെങ്കിൽ മനസ്സിലായത്. എന്താണ്? ഒരു നായയെ പോലെ നിങ്ങളുടെ മുറിവുകൾ നാവ് കൊണ്ട് നക്കിക്കൊണ്ടിരിക്കാമെന്ന് നിങ്ങൾ. അതായത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ പാപാവസ്ഥ, ആ അവസ്ഥയെ നമ്മൾ ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ അതിൽ നിന്ന് നമ്മൾക്ക് മാറാൻ താല്പര്യമില്ല എന്നുള്ള അർത്ഥത്തിലേക്കാണ് ഇവിടെ ഈ ഭാഗത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഒരു നായയെ പോലെ നിങ്ങളുടെ മുറിവുകൾ നാവ് കൊണ്ട് നക്കിക്കൊണ്ടിരിക്കാം. എന്നിട്ട് പറയാണ്, ഇത് മനുഷ്യരെ കൂടുതൽ കഷ്ടത്തിലാക്കുന്ന ആത്മരതി കലർന്ന രോഗമാണ്. അപ്പോൾ ഇതൊരു രോഗമാണ്. മനുഷ്യരെ കഷ്ടത്തിലാക്കുന്ന ഒരുതരം ആത്മരതി കലർന്ന ഒരു രോഗമാണെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ പറയാണ്. എന്നിട്ട് പറയാണ്, കഷ്ടതയിൽ കഴിയുക എന്നത് അനാരോഗ്യകരമായ ഒരു സന്തോഷത്തിന് കാരണമായേക്കാം. എന്ന് പറഞ്ഞാൽ ഈ കഷ്ടതയിൽ കഴിയുക എന്ന് പറഞ്ഞാൽ ആ പാപത്തിൽ, നമ്മൾ ചെയ്തു പോയ പാപത്തിൽ വീണ് കിടക്കുന്നത്, അല്ലെങ്കിൽ വീണ്ടും അതേ പാപം തന്നെ ചെയ്യുന്നത്. അതായത് കഷ്ടതയിൽ കഴിയുക എന്നത്, അതിനെ ഞാൻ ഒന്ന് മാറ്റി വായിക്കുകയാണ്. കഷ്ടതയിൽ കഴിയുക എന്നതിൻ്റെ വാക്കിനെ ഞാൻ എന്തെന്നാണ്? കഷ്ടത എന്ന് പറയുമ്പോൾ പാപത്തിൽ കഴിയുക എന്നത്. മനസ്സിലാവുണ്ടോ? ഞാൻ അവിടെ ഒരു വാക്ക് കൂട്ടിച്ചേർക്കുകയാണ്. നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഞാൻ അവിടെ എന്ത് വാക്കാണ് കൂട്ടിച്ചേർത്തത്? കഷ്ടതയിൽ കഴിയുക എന്നതിനെ എന്തെന്നാ പറഞ്ഞത്? കഷ്ടത എന്നതിനെ എന്ത് പറയണം? പാപത്തിൽ കഴിയുക എന്നത്. മനസ്സിലാവുണ്ടോ? കഷ്ടതയിൽ കഴിയുക എന്നത്, അതായത് ആ പാപത്തിൽ കഴിയുക എന്നത് തന്നെ അനാരോഗ്യകരമായ, ഉണ്ടോ? അനാരോഗ്യമാണ്. അതായത് ആരോഗ്യകരമല്ല. ആ പാപത്തിൽ തന്നെ, ആ കഷ്ടതയിൽ തന്നെ നമ്മൾ കഴിയുന്നത് അനാരോഗ്യമാണ്, ആരോഗ്യകരമല്ല. മനസ്സിലായോ? അനാരോഗ്യകരമായ ഒരു സന്തോഷത്തിന് കാരണമാകാം. അതായത് നമ്മൾ ആ പാപാവസ്ഥയെ, ഇതൊന്നും നമുക്ക് ഒരുപാട് വിശദീകരിച്ച് പറയേണ്ടതുണ്ടോ? നമ്മുടെ ജീവിതത്തിലും ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ലേ, ചില ബലഹീനതകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ എന്തു ആകാം, ചില പാപാവസ്ഥകൾ. അപ്പം നമ്മൾ ഒരു പക്ഷേ ആ പാപാവസ്ഥയെ അല്ലെങ്കിൽ ആ പാപത്തെ എന്ത് ചെയ്തിരുന്നു? നമ്മൾ ഇഷ്ടപ്പെട്ടിരുന്നു. അതാണ് ഒരു നായയെ പോലെ ആ മുറിവുകൾ നിങ്ങൾ നക്കിക്കൊണ്ടിരിക്കാം. ആ നക്കിക്കൊണ്ടിരിക്കാമെന്ന്, ആ മുറിവുകളെ നക്കിക്കൊണ്ടിരിക്കാമെന്നൊക്കെ പറയണത് നമ്മളിൽ വസിക്കുന്ന, നിലനിൽക്കുന്ന ആ പാപാവസ്ഥയെ, ആ പാപത്തെ, ആ ബലഹീനതയെ നമ്മൾ കൂടുതൽ എന്ത് ചെയ്യുന്നു? ആലിംഗനം ചെയ്യാൻ നമ്മൾ ആ അവസ്ഥയെ ആഗ്രഹിക്കുന്നു.
അതല്ലെങ്കിൽ ആ അവസ്ഥ നമ്മൾ ഇഷ്ടപ്പെടുന്നു. ഒരിക്കലും നമ്മൾ അവിടെ നിന്ന് ആ പാപാവസ്ഥയിൽ നിന്ന് പുറത്ത് കിടക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. അതാണ് കണ്ടോ. അപ്പം അത് അനാരോഗ്യകരമായൊരു കാര്യമാണത്, ആരോഗ്യകരമായ കാര്യമല്ല. പക്ഷേ അതിനൊരു സന്തോഷമുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ആ പാപാവസ്ഥയിൽ കിടന്ന് അല്ലെങ്കിൽ അതിൽ തന്നെ നിലനിൽക്കുന്നതിൽ എന്തുണ്ട് അത് അനാരോഗ്യകരമാണ്. പക്ഷെ എന്നാലും അതിനെന്തുണ്ട്? അതിനൊരു സന്തോഷം ഈ ലോകം നമുക്ക് തരും, ഇല്ലേ? അതിനൊരു സന്തോഷം തരും. അപ്പം അതിനൊരു കാരണമാകാം എന്നാണ് പറയണത്. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പം ഇത്രയും ആഴ്ചയിൽ വലിയ കാര്യങ്ങളൊന്നും നമ്മൾ വിശദീകരിച്ച് എക്സ്പ്ലനേഷൻ പറയേണ്ട കാര്യമില്ല. ഞാൻ എന്നാലും ആ ചോദ്യവും ആ ഉത്തരവും ഒന്നും കൂടി ഞാൻ വായിക്കുകയാണ്. ഒരാളുടെ പാപങ്ങൾ അംഗീകരിക്കപ്പെടാത്ത കരുണയുണ്ടോ? അതായത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞു, അതായത് ഇന്ന പാപം ചെയ്താൽ കരുണ ലഭിക്കില്ല. അങ്ങനത്തെ പാപം ഉണ്ടോ എന്നാണ് ഈ ചോദിച്ചു പറഞ്ഞത്. മനസ്സിലായോ? അങ്ങനെ ഉണ്ടോ? സത്യത്തിൽ ദൈവരാജ്യത്തിൽ അങ്ങനെ ഉണ്ടാകാൻ പറ്റുമോ? മനസ്സിലായോ? അപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പ പറയണ എന്താ? കരുണ നിലവിലുണ്ട്. ആ കരുണ ഓൾറെഡി അവിടെ ഉണ്ട്. മനസ്സിലായോ? പക്ഷെ അത് നിങ്ങൾ സ്വീകരിക്കാൻ താല്പര്യപ്പെട്ടില്ലെങ്കിൽ, നിങ്ങൾ സ്വയം ഒരു പാപിയാണെന്ന് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ, അതിനർത്ഥം അത് സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്നാണ്. അപ്പോൾ മനസ്സിലായോ? ഏത് പാപത്തിനും എന്തുണ്ട്? ഏത് പാപത്തിനും കരുണയുണ്ട്. മനസ്സിലായോ അല്ലേ? എല്ലാ പാപങ്ങളും ചെന്ന് അല്ലേ എന്താ പറയുക, അത് ഇല്ലാണ്ടായി പോണത് യേശുവിൻ്റെ ഈ കരുണയിലാണ്. അപ്പം എന്ത് പാപമായാലും ശരി, അതിനെന്തുണ്ട്? അവിടെ കരുണയ്ക്ക് അതിനെ ഡീൽ ചെയ്യാൻ പറ്റും. പക്ഷെ ആ കരുണ നമ്മൾ സ്വീകരിക്കാൻ തയ്യാറല്ലെങ്കിൽ, മനസ്സിലാവുന്നുണ്ടോ? ഞാൻ പറഞ്ഞു വന്നത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കണം. നമ്മളത് അല്ലേ യേശു ക്രിസ്തു കൊണ്ടുവന്ന രക്ഷ, അതിപ്പോൾ ഞാൻ പറയാണ്, ഞാൻ യേശുക്രിസ്തുവിനോട് യേശുക്രിസ്തു ഓൾറെഡി എനിക്ക് വേണ്ടി വ്യക്തിപരമായിട്ട് രക്ഷ കൊണ്ടുവന്ന് കഴിഞ്ഞോ ഇല്ലയോ? ഇല്ലേ? രക്ഷ കൊണ്ടുവന്ന് കഴിഞ്ഞു. അപ്പം ഞാൻ ഈശോനോട് പറയാണ്, എനിക്ക് ആ രക്ഷ എനിക്ക് വേണ്ടി നീ കൊണ്ടുവന്ന രക്ഷ എനിക്ക് എന്തില്ല? ആവശ്യമില്ല. എനിക്ക് നിൻ്റെ രക്ഷ ഇവിടെ ആവശ്യകതയില്ല. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ പറയുമ്പോൾ പിന്നെ കരുണ ലഭിക്കുമോ? കരുണയ്ക്ക് കടന്നു വരാൻ പറ്റുമോ? യേശുവിൻ്റെ കരുണയ്ക്ക് എന്നിലേക്ക് കടന്നു വരാൻ പറ്റുമോ? അപ്പോൾ അതാണ് പറഞ്ഞ എൻ്റെ ഒരു പൊരുൾ. മനസ്സിലാവുന്നുണ്ടോ? സെക്കൻഡേ. അപ്പം അത്രയും നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഞാൻ പറഞ്ഞത് അല്ലേ? അപ്പം ഞാനതൊന്നും കൂടി, കരുണ നിലവിലുണ്ട്. പക്ഷെ നിങ്ങൾക്കത് സ്വീകരിക്കാൻ താല്പര്യമില്ലെങ്കിൽ, നിങ്ങൾ സ്വയം പാപിയാണെന്ന് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ, നമ്മൾ സ്വയം ഒരു പാപിയാണ്, നമ്മളൊരു പാപാവസ്ഥയിൽ നിലനിൽക്കുന്നൊരു വ്യക്തിയാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ലെങ്കിൽ, അതിനർത്ഥം നിങ്ങളത് സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്നാണ്. അതിനർത്ഥം അതിൻ്റെ ആവശ്യകത അതായത് ഈ കൃപയിലെ ഈ കരുണയുടെ ആവശ്യകത നിങ്ങൾക്ക് ആവശ്യമില്ലെന്ന് അനുഭവപ്പെടുന്നില്ല എന്നാണ്, ആഗ്രഹിക്കുന്നില്ലെന്നാണ് അർത്ഥം. ചിലപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് കൃത്യമായി അറിയാൻ പ്രയാസമാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ഭയങ്കര ഇതായിട്ട് തോന്നും, എന്താ സംഭവിച്ചതെന്ന് നമുക്കൊരു പിടുത്തം കിട്ടില്ല. ചില സമയങ്ങളിൽ നിങ്ങൾ സംശയിക്കുന്നു, നിങ്ങൾ വീണ്ടും നിങ്ങളുടെ കാലിൽ നിൽക്കുന്നത് അസാധ്യമാണെന്ന് നിങ്ങൾ കരുതുന്നു. അപ്പോൾ നമ്മളപ്പോൾ വിചാരിക്കണം എന്താ? ഒരിക്കലും ഇനി ഈ അവസ്ഥയിൽ നിന്ന്, മനസ്സിലാവുണ്ടോ? സ്വന്തം കാലിൽ മനസ്സിലായോ? നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം കാലിൽ നിൽക്കുക എന്നത് അസാധ്യമായി തോന്നുന്നു, അല്ലെ നിങ്ങൾ കരുതുന്നു. എന്തുകൊണ്ടാണ്? നമുക്കിനി ഒരു രക്ഷയില്ല, ഇനി ഇതിൽ നിന്നൊരു മോചനമില്ല എന്ന് നമ്മൾ കരുതുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? അതാണ് സ്വന്തം കാലിൽ നിൽക്കുന്ന അസാധ്യമാണെന്ന് നിങ്ങൾ കരുതുന്നു. അല്ലെങ്കിൽ നിങ്ങളുടെ മുറിവുകൾ കണ്ടോ, ഒന്നില്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ കരുതുന്നു, അല്ലെങ്കിൽ പിന്നെ രണ്ടാമതൊരു അവസ്ഥ പറയണ എന്താ? അല്ലെങ്കിൽ നിങ്ങൾ മുറിവുകൾ, അതായത് പാപത്തിൻ്റെ മുറിവ്, ഈ മുറിവ് എന്ന് പറയുന്നത് എന്താ? പാപം എന്നാണ്. പാപത്തിൻ്റെ മുറിവുകൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്നു, അതുകൊണ്ട് നമ്മൾ ആ പാപത്തെ വിടാൻ ആഗ്രഹിക്കുന്നില്ല, അല്ലെങ്കിൽ ആ അവസ്ഥയെ, മനസ്സിലാവുണ്ടോ? ഇപ്പൊ ധൂർത്തപുത്രൻ എന്ത് ചെയ്തു? അവന് സുബോധമുണ്ടായി. അവനപ്പം എന്ത് ചെയ്തു? അവിടെ എഴുതിയിരിക്കുന്ന വചനമാണ് അല്ലേ? അവൻ പറഞ്ഞു, ഞാൻ എൻ്റെ
പിതാവിൻ്റെ അടുത്തേക്ക് പോകും. എന്നിട്ട് പിന്നെ എന്താ എഴുതിയേക്കണത്? പിന്നെ എന്താ പറഞ്ഞത്? അവൻ എഴുന്നേറ്റ്. കണ്ടോ, അവൻ അവിടെ കിടന്നില്ല. മനസ്സിലാവുണ്ടോ? അവൻ അതിനെ വിടണേണ്. മനസ്സിലായോ? അവൻ ആ അവസ്ഥയെ വിടുകയാണ്. ആ പന്നിക്കൂട് എന്ന് പറഞ്ഞ അവസ്ഥയെ, ആ ജീവിതത്തിൻ്റെ ദുർഗന്ധം വമിക്കുന്ന നമ്മുടെ പാപാവസ്ഥകളെ വിടുകയാണ് അവൻ അവിടെ നിന്ന്. നമ്മൾ അങ്ങനെ വിടുന്നില്ലെങ്കിൽ, നമ്മൾ നമ്മളുടെ പാപമാകുന്ന ആ മുറിവിനെ ഒരു നായ നക്കിക്കൊണ്ടിരിക്കുന്നത് പോലെ നക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ, എന്നൊക്കെയാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. മനസ്സിലാവുണ്ടോ? അപ്പോൾ ചില വാക്കുകൾ ഇത്തിരി കഠിനമായി പോകും. ഫ്രാൻസിസ് മാർപ്പാപ്പ അവിടെ പറഞ്ഞിരിക്കുന്ന വാക്കുകൾ അല്ലേ നമ്മൾ വായിക്കുന്നതെന്നേ ഉള്ളൂ. നമ്മളൊന്നും പുതിയ അല്ലെങ്കിൽ നമ്മൾ വാക്കുകൾ ഉണ്ടാക്കിയെടുത്തതല്ല. അപ്പോൾ ആ അർത്ഥത്തിലാണ് നിങ്ങൾ വീണ്ടും നിങ്ങളുടെ കാലിൽ നിൽക്കുന്നത് അസാധ്യമാണെന്ന് നിങ്ങൾ കരുതുന്നു. അല്ലെങ്കിൽ എന്നിട്ട് മറ്റൊരവസ്ഥ, അല്ലെങ്കിൽ നിങ്ങളുടെ മുറിവുകൾ, പാപത്തിൻ്റെ മുറിവുകൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്നു. നിങ്ങൾ ഒരു നായെ പോലെ നിങ്ങളുടെ ഒരു മുറിവുകൾ നാവ് കൊണ്ട് നക്കിക്കൊണ്ടിരിക്കാം. ഇത് മനുഷ്യരെ കൂടുതൽ കഷ്ടത്തിലാക്കുന്ന ആത്മരതി കലർന്ന ഒരു രോഗമാണ്. എന്നിട്ട് പിന്നെ പറയാണ് കഷ്ടതയിൽ എന്ന് പറഞ്ഞാൽ ആ പാപത്തിൽ കഴിയുക എന്നത്. ഞാനപ്പോൾ അവിടെ ഒരു വേർഡ് കൂട്ടിച്ചേർക്കുകയാണ് കേട്ടോ. അവിടെ എഴുതപ്പെടാത്ത ഒരു വാക്കിനെ ഞാൻ കൂട്ടിച്ചേർക്കുകയാണ്. എന്താണ് കഷ്ടത എന്ന് പറഞ്ഞാൽ? എന്താണ്? ആ പാപത്തിൽ കഴിയുക എന്നത്, ആ കഷ്ടതയിൽ കഴിയുക എന്നത്, ആ പാപത്തിൽ കഴിയുക എന്നത് അനാരോഗ്യകരമായ കാര്യമാണ്. ആരോഗ്യകരമല്ല. പക്ഷെ എന്നാൽ അതിനൊരു സന്തോഷമുണ്ട് താൻ. മനസ്സിലാവുണ്ടോ? അത് ക്ലിയറായി എന്ന് വിചാരിക്കണം. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മളൊരു കാലഘട്ടത്തിലും അല്ലെങ്കിൽ ഇപ്പോഴും നമ്മൾ ഇല്ലേ. ഇപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്, ഇപ്പോഴും ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഇപ്പം ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും എനിക്ക് പെട്ടെന്ന് ഇതൊക്കെ ശരിയാകാണ്ട് വന്നപ്പോൾ ദേഷ്യം വന്നു. മനസ്സിലാവുണ്ടോ? അപ്പോൾ നമ്മൾ ആ ദേഷ്യ സ്വഭാവത്തെ ഇത്രയും വർഷമായി നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് ദേഷ്യ സ്വഭാവം മാറാൻ വേണ്ടിയിട്ടും ഇതൊക്കെ. പക്ഷേ ഡെയിലി ബലിയർപ്പണത്തിലും ബലിപീഠത്തിലും എല്ലാം ഇങ്ങനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. വ്യക്തിപരമായ പ്രാർത്ഥനയിലും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ ദേഷ്യ സ്വഭാവം മാറുന്നില്ല അല്ലേ? കുറച്ചൊക്കെ കുറവുണ്ട് എന്നല്ലാതെ അതിനൊരു മാറ്റം എന്ന് പറയാനായിട്ട് വരണില്ല. അപ്പം ഞാൻ ആലോചിക്കുന്നതാണ്, ഒരുപക്ഷെ നമ്മൾ അതിനെ ഈ പറഞ്ഞ പോലെ ആ മുറിവിനെ നമ്മൾ നക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു നായ ആ നായയുടെ മുറിവിനെ നക്കിക്കൊണ്ടിരിക്കുന്നത് പോലെ അങ്ങനെ തോന്നിപ്പോണേ കേട്ടോ എനിക്ക്. ഞാൻ എൻ്റെ കാര്യമുണ്ടോ പറഞ്ഞത്, മറ്റുള്ളവരുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. ഞാൻ എൻ്റെ കാര്യമാണ് പറഞ്ഞത്. എൻ്റെ ഈ ദേഷ്യ സ്വഭാവം എന്ന് പറഞ്ഞ ഈ ബലഹീനതയെ ഞാൻ നക്കിക്കൊണ്ടിരിക്കുകയാണോ എന്നുള്ളത് ഞാൻ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഒരു ആത്മരതി കലർന്ന ഒരു രോഗമാണ് അത്. എനിക്കിങ്ങനെ പറയാനാണ് തോന്നുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാനും പ്രയാസം ഉണ്ടാവില്ലായിരിക്കാം. ഞാൻ പറഞ്ഞത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കണം. മനസ്സിലാണ്ടോ? അപ്പോൾ എന്നിട്ട് ആ അവസ്ഥയിൽ കഴിയുക എന്നത് അനാരോഗ്യകരമായ കാര്യമാണ്. പക്ഷെ എന്നിട്ട് ഞാനതിൽ ഒരു സന്തോഷം ചില സമയത്ത് കണ്ടെത്തുന്നുണ്ടോ ഇല്ലയോ? അതുകൊണ്ടാണല്ലോ വീണ്ടും ദേഷ്യപ്പെടണേ. അതിന് സന്തോഷം കണ്ടെത്താൻ പറ്റൂലായിരുന്നെങ്കിൽ ഈ ദേഷ്യം അങ്ങനെ നമ്മൾ ചെയ്യുമോ? അപ്പോൾ ഇതൊക്കെയാണ് ഒരു ചിന്ത വരികയാണ്. ഇപ്പോൾ ഇത് വായിക്കുമ്പോൾ മനസ്സിലായോ? ഒരു ചിന്ത നമുക്ക് വരികയാണ്. ഒരു യു-ടേൺ എടുക്കേണ്ട തരത്തിലുള്ള ഒരു ചിന്ത. ഇനി അടുത്ത പാരഗ്രാഫിലേക്ക് പോവാണ്. അപ്പോൾ അടുത്ത പാരഗ്രാഫിൽ എന്താണ്? നമ്മുടെ നികൃഷ്ടത, അതായത് അല്ലേ, നമ്മുടെ മോശമായ അവസ്ഥയാണ് പറയുന്നത്. നികൃഷ്ടത, നമ്മുടെ മോശമായ അവസ്ഥ, അതായത് ആ നികൃഷ്ടത എന്നാണ് കേട്ടോ അവിടെ എഴുതിയേക്കണേ. അപ്പം അതിൻ്റെ മറ്റൊരു വാക്ക് പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ നമ്മുടെ നികൃഷ്ടത, അതായത് മോശമായ അവസ്ഥ പരിശോധിച്ചുകൊണ്ട് നാം ആരംഭിക്കുന്നില്ലെങ്കിൽ, കണ്ടോ, നമ്മുടെ മോശമായ അവസ്ഥ നമ്മൾ പരിശോധിക്കണം. നമ്മളെപ്പോഴും ചെയ്യണം എന്താ? ഞാനെപ്പോഴും ചെയ്യണം എന്താണെന്ന് ഞാൻ പറയട്ടെ. ഞാനെപ്പോഴും ചെയ്യണം എൻ്റെ നല്ല വശങ്ങൾ പരിശോധിക്കുകയാണ് ചെയ്യുക. എന്നിട്ട് നല്ല വശങ്ങൾ മാത്രം പറയുകയാണ് ചെയ്യുക. മനസ്സിലാവുണ്ടോ? നമ്മളെപ്പോഴെങ്കിലും അല്ലെങ്കിൽ ഞാൻ എപ്പോഴെങ്കിലും എൻ്റെ നികൃഷ്ടത, മോശമായ അവസ്ഥയെ ഞാൻ കാണിച്ചിട്ടുണ്ടോ നമ്മൾ പുറത്ത്? എന്തെങ്കിലും കാര്യം പറഞ്ഞ് നമ്മൾ ചെയ്ത തെറ്റിൻ്റെ പേരിൽ നമ്മളെ കുറ്റപ്പെടുത്താൻ വരുമ്പോൾ തന്നെ, അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞു വരുമ്പോൾ തന്നെ, വിമർശിക്കുമ്പോൾ തന്നെ നമ്മുടെ മുഖം മാറും, നമ്മളതിന് പ്രതികരിക്കും. മനസ്സിലാവുണ്ടോ? ഇവിടെ പറയാണ് നമ്മുടെ നികൃഷ്ടത, മോശമായ അവസ്ഥ നമ്മൾ പരിശോധിച്ചുകൊണ്ട് നാം ആരംഭിക്കുന്നില്ലെങ്കിൽ. അപ്പം നമ്മൾ ഒന്ന് ചിന്തിച്ച് നോക്കിയേ, നമ്മൾ നമ്മുടെ മോശമായ അവസ്ഥ പരിശോധിച്ചു കൊണ്ടാണോ നമ്മൾ ആരംഭിക്കണേ? അല്ലെങ്കിൽ നമ്മൾ മോശമായിരിക്കെ
നമ്മളുടെ നല്ല വശങ്ങൾ എടുത്ത് നമ്മൾ കാണിക്കാം മറ്റുള്ളവരെ. ഞാൻ ഇങ്ങനെയാണ്, ഞാൻ ഭയങ്കര പെർഫെക്റ്റാണ്, ഞാൻ ഭയങ്കര സംഭവമാണ് എന്നുള്ള നിലയിൽ ആണോ അല്ലയോ? ഇത് ഞാൻ എന്നെക്കുറിച്ചാണ് കേട്ടോ പറയണേ, എന്നെക്കുറിച്ചാണ് എന്നെക്കുറിച്ചാണ് പറയണേ കേട്ടോ, വേറെ ആരെയും കുറിച്ചല്ല. ഞാൻ എൻ്റെ കാര്യമാണ് പറയണത്, ഞാനത് എടുത്തെടുത്ത് പറയാണ്, എൻ്റെ കാര്യമാണ് ഞാൻ പറയണത്. അപ്പോൾ ഞാൻ ഇങ്ങനെയും കൂടിയും വായിക്കുകയാണ്. എൻ്റെ നികൃഷ്ടത പരിശോധിച്ചുകൊണ്ട്, എൻ്റെ മോശമായ അവസ്ഥ പരിശോധിച്ചുകൊണ്ട് ഞാൻ ആരംഭിക്കുന്നില്ലെങ്കിൽ ഞാൻ ഒരിക്കലും ക്ഷമിക്കപ്പെടില്ല. ഞാനെന്നല്ല, നാം എന്നൊക്കെയാണ് അവിടെ എഴുതിയേക്കണം. അപ്പം ഞാൻ എന്നെ തന്നെ അവിടെ കാണുകയാണ്, മനസ്സിലായോ? നാം ഒരിക്കലും ക്ഷമിക്കപ്പെടില്ലെന്ന് നൈരാശ്യത്തോടെ ചിന്തിച്ചു കൊണ്ടിരുന്നാൽ. അപ്പം നമുക്ക് മറ്റൊരു ചിന്തയുണ്ട് കേട്ടോ. ഇനി എന്താണ് മറ്റൊരു ചിന്ത? മറ്റൊരു ചിന്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എന്ത് ചെയ്യും? നമ്മളിത് ക്ഷമിക്കപ്പെടില്ല, അല്ലേ, ദൈവം ഇതൊന്നും ക്ഷമിക്കാൻ പോണില്ല എന്നുള്ളൊരു ചിന്താധാരയും കൂടി നമ്മുടെ ഉള്ളിലുണ്ട്. ഇനി ഇതൊന്നും ക്ഷമിക്കാൻ പോണില്ല, മനസ്സിലായോ? ഇതൊന്നും കർത്താവിന് ക്ഷമിക്കാൻ പറ്റില്ല, കാരണം അതുപോലത്തെ മാരകമായ കാര്യമാണ് നമ്മൾ ചെയ്തേക്കുന്നത്. ഇതിലേക്കൊന്നും കരുണയ്ക്ക് കടന്നു വരാൻ സാധിക്കില്ല എന്നൊരു ചിന്താധാര നമ്മളങ്ങാട് ക്രിയേറ്റ് ചെയ്യുകയാണ്, മനസ്സിലാവുന്നുണ്ടോ? നമ്മളങ്ങാട് തീരുമാനിക്കുകയാണ്. എന്നിട്ട് നമ്മൾ ആ ഒരവസ്ഥയിൽ തന്നെ നമ്മൾ ജീവിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതാണ്, നമ്മുടെ നികൃഷ്ടത പരിശോധിച്ചുകൊണ്ട് നാം ആരംഭിക്കുന്നില്ലെങ്കിൽ നാം ഒരിക്കലും ക്ഷമിക്കപ്പെടില്ലെന്ന് നൈരാശ്യത്തോടെ ചിന്തിച്ചു കൊണ്ടിരുന്നാൽ നമ്മുടെ മുറിവുകൾ സ്വയം നക്കിക്കൊണ്ട് നാം അവസാനിക്കും. നമ്മൾ അവസാനിക്കും, അല്ലേ? ആ പാപത്തിൽ നമ്മൾ, അതാണ് ഈശോ പറഞ്ഞ, അല്ലേ, നിങ്ങൾ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ ആ പാപത്തിൽ തന്നെ മരിക്കും, നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഫ്രാൻസിസ് മാർപ്പാപ്പ പറയാണ്, നിങ്ങൾ ക്ഷമിക്കപ്പെടില്ല എന്ന് വിചാരിച്ചിരിക്കുകയാണെങ്കിൽ, ആ ഒരു നൈരാശ്യ അവസ്ഥയിലാണ് നിങ്ങളുടെ ചിന്തയെങ്കിൽ, ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മുറിവുകൾ സ്വയം നക്കിക്കൊണ്ട് നാം അവസാനിക്കും, നമ്മൾ അവസാനിക്കും. അപ്പോൾ അവസാനിക്കാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ പാപങ്ങളെ ദൈവത്തിന് കൊടുക്കണം. നമ്മുടെ പാപങ്ങളെ, നമ്മുടെ ബലഹീനതകളെ എന്ത് ചെയ്യണം? കൊടുക്കണം, കർത്താവിന് കൊടുക്കണം. മനസ്സിലാവുണ്ടോ? അപ്പോൾ നമ്മുടെ നികൃഷ്ടത പരിശോധിച്ചുകൊണ്ട് നാം ആരംഭിക്കുന്നില്ലെങ്കിൽ നാം ഒരിക്കലും ക്ഷമിക്കപ്പെടില്ലെന്ന് നൈരാശ്യത്തോടെ, അപ്പം അതും ഏറ്റവും വലിയ അല്ലേ, ദൈവത്തിനെതിരായ ഒരു ചിന്തയാണ്. എന്ത്? ഇതൊരിക്കലും ക്ഷമിക്കപ്പെടില്ല, ഈ ഒരു കാര്യം ഇനൊരിക്കലും ക്ഷമിക്കപ്പെടാൻ പോകുന്നില്ല എന്ന ചിന്ത നമുക്കുണ്ടെങ്കിൽ അത് തന്നെ ദൈവത്തിന് എതിരായ ചിന്തയാണ് എന്നുള്ളതാണ്. ക്ഷമിക്കപ്പെടില്ലെന്ന് നൈരാശ്യത്തോടെ ചിന്തിച്ചു കൊണ്ടിരുന്നാൽ നമ്മുടെ മുറിവുകൾ സ്വയം നക്കിക്കൊണ്ട് നാം അവസാനിക്കും. നാം ഒരിക്കലും സൗഖ്യപ്പെടില്ല. കണ്ടോ, നാം ഒരിക്കലും സൗഖ്യപ്പെടില്ല. ഇവിടെ 1456 CCCയുടെ, എല്ലാവരും CCC എടുത്തേ, 1456 ഖണ്ഡിക എടുത്തേ. 1456 ഖണ്ഡികയുടെ ആ ഖണ്ഡികയിൽ തന്നെ പെട്ടതാണ്. അതിൻ്റെ താഴത്ത് ചെറിയ അക്ഷരത്തിൽ എഴുതിയിരിക്കുന്ന ഒരു ചെറിയൊരു ഖണ്ഡികയുണ്ട്. അത് സെപ്പറേറ്റ് ഖണ്ഡികയല്ല, ഈ 1456 ഖണ്ഡികയുടെ അടിയിൽ വരുന്നത്. അടിയിൽ വരുന്നത് മാത്രം ഞാൻ വായിക്കാൻ പോണേ കേട്ടോ. അപ്പോൾ അത് കൗൺസിൽ ഓഫ് ട്രെൻഡ് എന്തോ, കൗൺസിൽ ഓഫ് ട്രെൻഡ് ആ പ്രമാണരേഖയിലുള്ള ഒരു പ്രബോധനമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് ഞാൻ വായിക്കട്ടെ. 1456 ഖണ്ഡികയിൽ അതിൽ താഴ്ത്ത് കാണിക്കുന്നത്, ആ ഖണ്ഡികയിൽ തന്നെ പെട്ട താഴ്ത്ത് കാണിക്കുന്ന ചെറിയ അക്ഷരത്തിൽ എഴുതിയിരിക്കുന്ന ആ ഭാഗത്തെ ഞാനൊന്ന് വായിക്കാൻ വേണം, ശ്രദ്ധിക്കണേ. അപ്പോൾ നമ്മളിപ്പോൾ എന്താ വായിച്ചത്? ഫ്രാൻസിസ് മാർപ്പാപ്പ എന്താ പറഞ്ഞത്? ഞാൻ അതൊന്നും കൂടി വായിക്കട്ടെ, എന്നിട്ട് നമുക്ക് ആ CCCയുടെ ഭാഗം വായിക്കാം. നമ്മുടെ നികൃഷ്ടത പരിശോധിച്ചുകൊണ്ട് നാം ആരംഭിക്കുന്നില്ലെങ്കിൽ നാം ഒരിക്കലും ക്ഷമിക്കപ്പെടില്ലെന്ന് നൈരാശ്യത്തോടെ, അതായത് നിരാശയോടെ ചിന്തിച്ചു കൊണ്ടിരുന്നാൽ എന്ത് സംഭവിക്കും? നാം അവസാനിക്കും. എങ്ങനെ? സ്വയം നമ്മുടെ മുറിവുകൾ നക്കിക്കൊണ്ട് നാം അവസാനിക്കും. നാം സൗഖ്യപ്പെടില്ല ഒരിക്കലും. എന്നിട്ട് ഞാൻ ഈ CCC കോട്ട് ഞാൻ അവിടെ കോട്ട് ചെയ്യാം കേട്ടോ, നോക്കിക്കോ. 1456 എന്താണ്? അതിൻ്റെ അടിയിൽ വരുന്ന ആ ചെറിയ അക്ഷരങ്ങളെ ഞാൻ ശ്രദ്ധിക്കണം കേട്ടോ, ശ്രദ്ധിക്കണേ, വളരെ പ്രധാനപ്പെട്ടതാണ്. ക്രിസ്തീയ വിശ്വാസികൾ തങ്ങൾക്ക് ഓർക്കാൻ കഴിയുന്ന സകല പാപങ്ങളും, ശ്രദ്ധിക്കണേ, ക്രിസ്തീയ വിശ്വാസികൾ
തങ്ങൾക്ക് ഓർക്കാൻ കഴിയുന്ന സകല പാപങ്ങളും ഏറ്റുപറയാൻ പരിശ്രമിക്കുമ്പോൾ, കണ്ടോ, പരിശ്രമിക്കുമ്പോൾ തീർച്ചയായും അവർ അവയെല്ലാം മാപ്പിന് വേണ്ടി ദൈവകരുണയ്ക്ക് മുമ്പിൽ സമർപ്പിക്കുകയാണ്. കണ്ടോ, നമ്മളെല്ലാം ഏറ്റുപറയുമ്പോൾ ദൈവത്തിൻ്റെ കരുണയ്ക്ക് മുമ്പിൽ എല്ലാം സമർപ്പിക്കാം. ഇനി പറയാണ്, എന്നാൽ അപ്രകാരം ചെയ്യുന്നതിൽ പരാജയപ്പെടുകയും ചില പാപങ്ങളെ മനഃപൂർവ്വം മറച്ചു വയ്ക്കുകയും ചെയ്യുന്നവർ ദൈവിക നന്മയുടെ മുൻപിൽ വൈദികന്റെ മധ്യസ്ഥം വഴി, കണ്ടോ ശ്രദ്ധിക്കണോട്ടോ, നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം ഓരോ വാക്കും. എന്താണ് പറഞ്ഞത്? എന്നാൽ അപ്രകാരം ചെയ്യുന്നതിൽ പരാജയപ്പെടുകയും ചില പാപങ്ങളെ മനഃപൂർവ്വം മറച്ചു വയ്ക്കുകയും ചെയ്യുന്നവർ ദൈവിക നന്മയുടെ മുൻപിൽ വൈദികന്റെ മാധ്യസ്ഥം വഴി മാപ്പിനായി യാതൊന്നും സമർപ്പിക്കുന്നില്ല. കണ്ടോ, ശ്രദ്ധിക്കണോട്ടോ, യാതൊന്നും സമർപ്പിക്കുന്നില്ല. വൈദികന്റെ മാധ്യസ്ഥം വഴി ദൈവത്തിൻ്റെ കരുണയ്ക്കായിട്ട് നമ്മൾ എന്ത് സമർപ്പിക്കുന്നില്ല? യാതൊന്നും സമർപ്പിക്കുന്നില്ല. എങ്ങനെയാണെങ്കിൽ നമ്മൾ പാപം മറച്ചു വയ്ക്കുകയാണെങ്കിൽ. ശ്രദ്ധിക്കണോട്ടോ, ഇനി അടുത്ത ഭാഗം ശ്രദ്ധിക്കണേ. എന്തെന്നാൽ രോഗി തൻ്റെ മുറിവ്, ശ്രദ്ധിക്കണോട്ടോ, ഓരോ വാക്കിനെ മുറിച്ച് വായിക്കണേ. നോക്കിക്കോ. എന്തെന്നാൽ രോഗി തൻ്റെ മുറിവ് വൈദ്യനെ കാണിക്കാൻ പറ്റാത്ത വിധം ലജ്ജിച്ചാൽ, ശ്രദ്ധിച്ചോ നിങ്ങൾ? ഞാൻ ഒന്നും കൂടി വായിക്കണം. എന്തെന്നാൽ രോഗി തൻ്റെ മുറിവ് വൈദ്യനെ കാണിക്കാൻ പറ്റാത്ത വിധം ലജ്ജിച്ചാൽ, അല്ലെങ്കിൽ കാണിക്കുന്നില്ലെങ്കിൽ, എനിക്ക് കുഴപ്പമൊന്നുമില്ല, അതൊന്നും കുഴപ്പമൊന്നുമില്ല, ആ മുറിവൊന്നും ചെയ്യാൻ നിൽക്കണ്ട എന്ന് പറയുകയാണെങ്കിൽ അറിയാത്തതിനെ മരുന്ന് സൗഖ്യപ്പെടുത്തുകയില്ല, അല്ലെങ്കിൽ സുഖപ്പെടുത്തുകയില്ല. നിങ്ങൾക്ക് കണക്ഷൻ കിട്ടുന്നുണ്ടോ? മനസ്സിലായി കാണും. ഇവിടെയൊക്കെ ഒരുപാട് വ്യാഖ്യാനിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ പറയേണ്ട കാര്യമില്ല. പറഞ്ഞ മനസ്സിലായോ? നമ്മൾ പാപം മറച്ചു വയ്ക്കുന്നെങ്കിൽ എന്ന് അതിൻ്റെ പൊക്കത്തൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ പറയണേ. എന്താണ്? രോഗി ചെന്നിട്ട് എല്ലാ കാര്യവും പറഞ്ഞു, ഒരു മുറിവ് മാത്രം പറയുന്നില്ല എന്ന് വിചാരിക്കും, ഒരു മുറിവ് മാത്രം മറച്ചു വയ്ക്കുന്നു, അത് വൈദ്യനെ കാണിക്കുന്നില്ല. അപ്പോൾ പിന്നെ ആ മരുന്ന് ഈ കാണാത്ത മുറിവിനെ മരുന്ന് എങ്ങനെ സുഖപ്പെടുത്താൻ പറ്റുമോ? മനസ്സിലാവുണ്ടോ? ഇപ്പം നോക്കിയേ, ഇപ്പം ഞാൻ ഒന്നും കൂടി വായിക്കാം. അപ്പം ഈ കുംഭസാരം എന്ന CCCയിൽ പറഞ്ഞിരിക്കുന്ന കുംഭസാരം എന്ന കൂദാശ മുഴുവനും ഇവിടെയൊക്കെ കണക്റ്റഡ് ആക്കാവുന്ന അല്ലെങ്കിൽ ആക്കേണ്ടതായ പോർഷനുകളാണ്, ഭാഗങ്ങളാണ്, ഖണ്ഡികകളാണ്. CCC രണ്ടാം വത്തിക്കാൻ കൗൺസിലിൽ നിന്നും എല്ലാം എടുക്കാം ഈ ഭാഗത്ത്. പക്ഷെ നമ്മളെല്ലാം എടുക്കുന്നില്ല. പക്ഷെ ഇതൊക്കെ നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാകണമെന്നുണ്ടോ? ഈ 1400 ചില്ലാനം തുടങ്ങണതൊക്കെ കുംഭസാരം എന്ന കൂദാശയെക്കുറിച്ചാണ്. മനസ്സിലാവുണ്ടോ? അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഓർമ്മ. അപ്പോൾ അവിടേക്ക് ആ കോട്ട് എഴുതിയിടുകയോ അതൊക്കെ നിങ്ങൾ നോക്കണം. അപ്പോൾ ഈ പാപം ക്ഷമിക്കുന്നതിൽ, അല്ലെങ്കിൽ ഈ പാപത്തിൻ്റെ മുറിവ് ഉണക്കുക, ഔഷധം എന്നൊക്കെ പറയുമ്പോൾ കുംഭസാരം എന്ന കൂദാശയം, മനസ്സിലായോ? ക്ഷമിക്കലിൻ്റെ കൂദാശ. അപ്പോൾ ഇതൊക്കെ ഓർമ്മ വേണം. അപ്പോൾ ഇവിടെയൊക്കെ കംപ്ലീറ്റ് കുംഭസാരം എന്ന കൂദാശയെക്കുറിച്ച് തന്നെയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ എടുത്തെടുത്ത് പറയണേ. അപ്പം ഇനി നമുക്കൊന്നും കൂടി ഞാൻ ആ രണ്ടാമത്തെ ഖണ്ഡിക ഒന്നും കൂടി ഞാൻ വായിച്ചത്. ഇപ്പോൾ ഒരു കാര്യം തന്നെ 10ഉം 15ഉം പ്രാവശ്യം പറയണത് അത് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, പ്രത്യേക രീതിയിൽ മനസ്സിലാകാൻ വേണ്ടിയാണ്. ആദ്യം വായിക്കണ പോലെ ആവില്ല നമ്മൾ 4 പ്രാവശ്യം വായിച്ചു കഴിയുമ്പോൾ മനസ്സിലാവണത്. അതിന് വേണ്ടിയിട്ടാണ് അതങ്ങനെ പറയണത് തന്നെ. പിന്നെ എനിക്ക് തന്നെ ഒരു വെളിവ് വീഴുന്നതാണ് ഇത് പറയുമ്പോൾ, ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ആദ്യം പറയണ പോലെ അല്ല എനിക്ക് മനസ്സിലാവുന്നുണ്ടോ, അത് പിന്നീട് മനസ്സിലാവണം. നമ്മുടെ നികൃഷ്ടത പരിശോധിച്ചുകൊണ്ട് നാം ആരംഭിക്കുന്നില്ലെങ്കിൽ നാം ഒരിക്കലും ക്ഷമിക്കപ്പെടില്ലെന്ന് നൈരാശ്യത്തോടെ ചിന്തിച്ചു കൊണ്ടിരുന്നാൽ നമ്മുടെ മുറിവുകൾ സ്വയം നക്കിക്കൊണ്ട് നാം അവസാനിക്കും. ഒരിക്കലും നാം സൗഖ്യപ്പെടില്ല. ആ മുറിവുകൾ തുറന്നു തന്നെ ഇരിക്കും. പകരം എൻ്റെ മുറിവുകൾ മരുന്നുകൊണ്ട്, അതായത് മരുന്ന് എന്താണ് ഇവിടെ? കൂദാശ. എന്ത് കൂദാശ? കുംഭസാരം എന്ന കൂദാശ. മനസ്സിലാവുണ്ടോ? പകരം എൻ്റെ മുറിവുകൾക്ക് മരുന്നുകൊണ്ട് സൗഖ്യം ലഭിക്കുമെന്ന് ചിന്തിച്ചാലോ? അങ്ങനെ ചിന്തിക്കാൻ ഇത്തിരി പണിയാണ് നമുക്ക്, മനസ്സിലായോ? നമ്മൾ അങ്ങനെയൊന്നും ചിന്തിക്കില്ല. കണ്ടോ? പകരം എൻ്റെ മുറിവുകൾക്ക് മരുന്ന്. എന്താണ് മരുന്ന്? ഔഷധം. എന്താണ് മരുന്ന്? ഔഷധം. അപ്പോൾ അതെന്താണ്? അതാണ് കുംഭസാരം എന്ന കൂദാശ. അപ്പോൾ ആ മരുന്ന് കൊണ്ട് സൗഖ്യം ലഭിക്കുമെന്ന് ചിന്തിച്ചാലോ?
ദൈവത്തിലേക്ക് ഒരു ചെറിയ ചുവടുവെപ്പ് നടത്താൻ നമുക്ക് കഴിയുമോ? ദൈവത്തിലേക്ക് ഒരു ചെറിയ ചുവടുവെപ്പ് നടത്താൻ നമുക്ക് കഴിയുമോ? മിക്കപ്പോഴും കഴിയാറില്ല എന്നതാണ് സത്യം. മനസ്സിലാകണ്ടോ? അപ്പം അങ്ങനെയാണെങ്കിൽ എന്താണ് വേറൊരു കാര്യം എഴുതിയേക്കണത്? അതല്ലെങ്കിൽ അത്തരമൊരു ചുവടുവെപ്പ് നടത്താൻ ആഗ്രഹിക്കുകയെങ്കിലും ചെയ്യുക. കണ്ടോ? അതല്ലെങ്കിൽ ചുവട് വെക്കാൻ കഴിഞ്ഞില്ല. ഇതൊക്കെ നമ്മൾ ആദ്യമേ പഠിച്ച കാര്യമാണ്, ഓർമ്മയുണ്ടാകും കേട്ടവർക്കല്ല. ഒരു കുമ്പസാരക്കാരൻ, പട്ടാളക്കാരനെ കുമ്പസാരക്കാരൻ വന്നതും അല്ലേ, ആ വൈദികൻ ഒക്കെ ഞാനിനി പറയണില്ല. അപ്പം അത് ആദ്യമേ ഇത് കേട്ട് പോയവർക്കൊക്കെ അതറിയാം. അപ്പം ആ ഒരു വേട് വീണ്ടും ഇവിടെ കൂട്ടിച്ചേർത്തേക്കണം. അതല്ലെങ്കിൽ അത്തരമൊരു ചുവടുവെപ്പ് നടത്താൻ ആഗ്രഹിക്കുകയെങ്കിലും ചെയ്യുക. അപ്പം ഈ വാക്കിനെയൊക്കെ എൻ്റെ ജീവിതത്തിൽ നിന്ന്, ഞാൻ എൻ്റെ സാക്ഷ്യത്തിൽ നിന്ന് എടുത്ത് ഞാൻ പറഞ്ഞിട്ടുമുണ്ട്. അതും ഞാനിപ്പോൾ ഇനി ആവർത്തിക്കണില്ല. അതൊക്കെ കറക്റ്റ് കണക്ഷൻ വരുന്ന കാര്യങ്ങളാണ് ഇവിടെ. വെറുതെ കണക്ഷനും അല്ല, അത് അനുഭവത്തിൽ നിന്ന് എനിക്കത് അവിടെ അത് ചേർത്ത് പറയുമ്പോൾ അത് വലിയൊരു കാര്യമായിരുന്നു. അതൊക്കെ അത് കേട്ടവർക്കൊക്കെ, നേരത്തെ കേട്ടവർക്ക് അത് അറിയുകയും ചെയ്യാം. ഞാനി പറയണോ? അത് ഒരു പ്രാവശ്യം കൂടി പറയണോ? അതല്ലെങ്കിൽ അത്തരമൊരു ചുവടുവെപ്പ് നടത്താൻ ആഗ്രഹിക്കുകയെങ്കിലും ചെയ്യുക. ഒരു ചെറിയ പഴുത് മതി. കണ്ടോ? ഒരു ചെറിയ പഴുത് മതി. എന്തിനാണ് ഈ ചെറിയ പഴുത്? കർത്താവിൻ്റെ കരുണ കടന്നു വരാനായി ഒരു ചെറിയ പഴുത് മതി. ഒരു ചെറിയ പഴുത്. ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഞാൻ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ പ്രാർത്ഥനാനുഭവത്തിലൊക്കെ നിൽക്കണ സമയത്ത് തന്നെ ഇങ്ങനെ വീണുപോയ അവസ്ഥയിൽ ഇങ്ങനെ സ്വയംഭോഗം ചെയ്യുമായിരുന്നു എന്നുള്ളത്. അപ്പം അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് വളരെ നിരാശ തോന്നി. 2 വഞ്ചിയിൽ കാലുകുത്തി നിൽക്കുന്ന ഒരവസ്ഥ. 2 വഞ്ചിയിലും കാലുകുത്തി നിൽക്കുക. അതായത് ദൈവത്തിൻ്റെ കൂടെയാണ് പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ, മറ്റുള്ളവരൊക്കെ നോക്കുമ്പോൾ ഒരു കപടത നിറഞ്ഞൊരു ആത്മീയ ജീവിതം. മറ്റൊരു വശത്ത് ഞാൻ പിശാചിന് വേണ്ടി. കണ്ടോ? ഇതൊക്കെയാണ് നമ്മൾ നേരത്തെ പൊക്കത്ത് വായിച്ച ആ പാരഗ്രാഫൊക്കെ ഇതോട് കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. കാരണം ഞാൻ സ്വയം എൻ്റെ ആ മുറിവ് നക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. മനസ്സിലായോ? അതിൽ നിന്ന് ഞാൻ ആ മുറിവ് ഇഷ്ടപ്പെട്ടുകൊണ്ടിരുന്നു. മനസ്സിലായോ? എനിക്കതിൽ നിന്ന് വിടാൻ പറ്റണില്ല. അപ്പം അങ്ങനെ ഇരിക്കെ ഞാൻ എന്ത് ചെയ്തു? ഞാൻ എൻ്റെ ജനനേന്ദ്രിയം മുറിച്ച് കളയാൻ തീരുമാനിച്ചു എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിപ്പോൾ ഒരു പ്രാവശ്യം കൂടി ഇങ്ങനെ പറയാൻ തോന്നാണ്. കേൾക്കാത്ത ചില ആൾക്കാരുണ്ടാവുമായിരിക്കാം, എനിക്കറിയില്ല. ഇന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ എന്ത് വലിയ അപകടമാണെന്നുള്ളത്. മരണം സംഭവിച്ചേക്കില്ലേ ജനനേന്ദ്രിയം മുറിച്ച് കളഞ്ഞാൽ? അപ്പം എൻ്റെ ലക്ഷ്യം എന്തായിരുന്നു എന്നറിയാമോ നിങ്ങൾക്ക്? എന്താണ് എൻ്റെ ലക്ഷ്യം? എൻ്റെ ലക്ഷ്യം എന്തായിരുന്നു? അപ്പം എനിക്കിതിൽ നിന്ന് സ്വയം പുറത്ത് കിടക്കാൻ പറ്റണില്ല, ഈ ബലഹീനതയിൽ നിന്ന്. മനസ്സിലാവുണ്ടോ? എനിക്ക് സ്വയം പുറത്ത് കിടക്കാൻ പറ്റണില്ല. അപ്പം അങ്ങനെ ഇരിക്കെ ഈ 2 വഞ്ചിയിൽ കാലുകുത്തി, അല്ല ദൈവത്തോടൊപ്പം പിശാചിനോടൊപ്പം ജീവിക്കാനും എനിക്ക് പറ്റണില്ല. അങ്ങനെയും ജീവിക്കണ്ട. മനസ്സിലായോ? അപ്പം ഈ ജനനേന്ദ്രിയമാണ് ഇവിടെ വിഷയം. അതില്ലെങ്കിൽ ഈ പ്രശ്നം തീരുമല്ലോ എന്നുള്ള എൻ്റെ ഒരു പൊട്ട മനോഭാവമായിരുന്നു. മനസ്സിലായോ? അപ്പം അങ്ങനെ ചെയ്യാൻ പോയപ്പോൾ ഞാൻ ബാത്റൂമിൻ്റെ കുറ്റി ഇട്ടപ്പോൾ ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ എനിക്ക് എൻ്റെ ഉള്ളിലൊരു സ്വരം ഇങ്ങനെ മന്ത്രിച്ചു, അത് ചെയ്യാൻ നിനക്ക് അധികാരമില്ല, അതുണ്ടാക്കിയത് നീയാണോ എന്നിങ്ങനെ ചോദിക്കുകയുണ്ടായി. അപ്പോഴാണ് എനിക്കൊരു ബോധ്യം വരണത്, ഒരു അവബോധം വരണത്. എന്താണ്? ഞാൻ ഉണ്ടാക്കിയതല്ല എൻ്റെ ജനനേന്ദ്രിയം. അപ്പോൾ അതിനെ ഡാമേജ് ആക്കാനും എന്തില്ല, എനിക്ക് അധികാരമില്ല. അപ്പം അങ്ങനെ ഞാൻ അതിൽ 11ഓളം മുറിവുകൾ ഉണ്ടാക്കി എന്നുള്ളത്. അപ്പം അത് ഉണ്ടാക്കിയത് എന്തിനാണെന്ന് വെച്ചാൽ ആ സമയം വരെയെങ്കിലും ഞാനത് ചെയ്യാതിരിക്കട്ടെ എന്നുള്ളതിൻ്റെ ഒരു പോയിന്റ് ഓഫ് അല്ലെങ്കിൽ ഒരു മനോഭാവമായിരുന്നു എനിക്ക്. നിങ്ങളൊന്ന് ചിന്തിച്ചേ, ഞാനപ്പോൾ എന്തിനു വേണ്ടിയാണ് അത് ചെയ്തത്? എനിക്ക് ആ പാപത്തിൽ നിന്ന് മാറാനായിരുന്നോ? എന്താ നിങ്ങൾക്ക് തോന്നണേ? കേൾക്കുന്ന നിങ്ങൾക്ക് എന്താ തോന്നണേ? ഞാൻ എന്തിന് ഷോ കാണിക്കാൻ വേണ്ടി ചെയ്താണോ? ഒരു ഷോ കാണിക്കാൻ വേണ്ടി ഒരാൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമോ? മനസ്സിലാവുണ്ടോ? നിങ്ങൾ തീരുമാനിക്കുക. ഞാൻ എന്തിനാണ് ചെയ്തത്? അതിനെയാണ് ഞാൻ ഈ വാക്ക് അവിടെ കണക്ട് ചെയ്യുന്നത്. എന്താണ്? ദൈവത്തിലേക്കൊരു ചെറിയ ചുവടുവെപ്പ് നടത്താൻ നമുക്ക് കഴിയുമോ? കഴിയില്ല. മര്യാദക്ക് നമുക്ക് പറ്റില്ല. ആത്മാർത്ഥമായിട്ട് നമുക്ക് പറ്റില്ല. നമ്മൾ വീണു പോവും.
നമ്മൾ ചുവട് വെക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും, പക്ഷെ നമ്മൾ വീണു. അപ്പോൾ അവിടെ സംഭവിക്കണം എന്താ കാര്യം? മറ്റൊരു കാര്യവും കൂടി, ഒരു സൊല്യൂഷൻ മറ്റൊരു ഇതും കൂടി പറയാണ്. അതല്ലെങ്കിൽ അത്തരം ഒരു ചുവട് വെപ്പ് നടത്താൻ ആഗ്രഹിക്കുകയെങ്കിലും, കണ്ടോ, ആഗ്രഹിക്കുക. ഇതിനെയാണ് ഞാൻ അവിടെ ഈ പറഞ്ഞ കഥയുമായിട്ട് കണക്ട് ചെയ്യാൻ ആഗ്രഹിക്കണത്. എന്തിനു പറയണു? ഇപ്പം ഇത്രയും വർഷമായിട്ട് എനിക്ക് ആ കാര്യം ചെയ്യാനേ പറ്റണില്ല. ഞാൻ ചെയ്ത പല പാപങ്ങളും എനിക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റണില്ല? ചെയ്യാൻ പറ്റണില്ല. പക്ഷെ ദേഷ്യ സ്വഭാവത്തിനൊന്നും വലിയ മാറ്റം വന്നിട്ടില്ല. പക്ഷേ ഞാൻ ചെയ്തിരുന്ന പല പാപങ്ങൾ, പല ബലഹീനതകളും എനിക്കുണ്ടായിരുന്നു. അതൊന്നും എനിക്കിപ്പോൾ ഓൾമോസ്റ്റ് കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, അത് ചെയ്യാൻ പറ്റണില്ല. മനസ്സിലാവുണ്ടോ? അപ്പം അത് ചെയ്യാൻ പറ്റാത്ത തരത്തിലേക്ക് കർത്താവ് നമ്മളെ, അങ്ങനത്തെ ഒരു കരുണയിലേക്ക് നമ്മളെ കർത്താവ് പ്രവേശിപ്പിച്ചു. അങ്ങനത്തെ കരുണയിലേക്ക് കർത്താവ് നമ്മളെ പ്രവേശിപ്പിച്ചു. അപ്പം അതെന്തുകൊണ്ടാണെന്നാണ് നിങ്ങൾക്ക് മനസ്സിലാവണേ. എനിക്ക് മനസ്സിലായത് ഞാൻ പറയട്ടെ. ഒരു ചുവട് വെപ്പ് നടത്താൻ ഞാൻ ശ്രമിച്ചു, നടക്കണില്ല. മനസ്സിലാവുണ്ടോ? പക്ഷേ അതല്ലെങ്കിൽ അത്തരം ഒരു ചുവട് വെപ്പ് നടത്താൻ ആഗ്രഹിക്കുകയെങ്കിലും ചെയ്തു. ഞാൻ ആഗ്രഹിക്കണേണ്. മനസ്സിലായോ? കർത്താവ് ഈ അവസ്ഥയിൽ നിന്ന് എന്നെ മാറ്റിത്താ. എനിക്ക് മാറാൻ പറ്റണില്ല സ്വയം. മനസ്സിലാവുണ്ടോ? എനിക്കിത് വേണ്ട. ഈ അവസ്ഥയിൽ തുടരാൻ ഞാൻ ആഗ്രഹിക്കണില്ല. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക് പറഞ്ഞു? ഇത് വാക്കുകൾ കൊണ്ട് എനിക്കറിയില്ല എങ്ങനെ മനസ്സിലാക്കി തരുമെന്നൊക്കെ. ഇത് അനുഭവമാണ്. ഇതൊരു സിനിമ കണ്ട കഥയൊന്നുമല്ല ഞാൻ പറയണത്. മനസ്സിലാവുണ്ടോ? അപ്പോൾ ആ വാക്ക് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കണം. എന്നിട്ട് പറയണം, നമ്മുടെ അവസ്ഥയെ ഗൗരവമായി കാണുകയേ വേണ്ടൂ. കണ്ടോ, നമ്മുടെ അവസ്ഥയെ ഗൗരവമായി കാണുകയേ വേണ്ടൂ. നാം എവിടെ നിന്നാണ് വരുന്നതെന്നും നാം ആരാണെന്നും നമ്മുടെ ഒന്നുമില്ലായ്മ എന്താണെന്നും ചിന്തിച്ചാൽ മതി. ഇനി ഞാൻ അതിനൊന്നും കൂടി എനിക്ക് മനസ്സിലായ രീതിയിൽ ഒന്നും കൂടി ഞാൻ പറയട്ടെ. മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു. എന്താണ്? നാം എവിടെ നിന്നാണ് വരുന്നതെന്നും നാം ആരാണെന്നും നമ്മുടെ ഒന്നുമില്ലായ്മ എന്താണെന്നും ചിന്തിച്ചാൽ മതി. നാം എവിടെ നിന്നാണ് വന്നത്? നാം എവിടെ നിന്നാ വന്നേ? ദൈവത്തിൽ നിന്ന് അല്ലേ? നാം ആരാണ്? നമ്മ ദൈവത്തിൻ്റെ സൃഷ്ടികളാണ് അല്ലേ? നമ്മൾ എവിടെ നിന്നാണ് വന്നത്? ദൈവത്തിൽ നിന്ന്. നാം ആരാണെന്നും നമ്മൾ അല്ലേ, എന്താണ് അവിടെ എഴുതിയേക്കണം? എവിടെ നിന്നാണ് വരുന്നതെന്നും നാം എവിടെ നിന്നാണ് വരുന്നത്? ദൈവത്തിൽ നിന്നും. നാം ആരാണ്? നാം ദൈവത്തിൻ്റെ സൃഷ്ടികളാണ്. ഇനി എന്താണ്? നമ്മുടെ ഒന്നുമില്ലായ്മ എന്താണ്? നമ്മുടെ ഒന്നുമില്ലായ്മ എന്താണ്? നമ്മുടെ ഒന്നുമില്ലായ്മ എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്കിൽ പറയാൻ എന്താ ഉള്ളത്? നമ്മൾ വെറും മണ്ണ് മാത്രമാണ്, പൊടിയാണ്, അല്ലെങ്കിൽ ചെളിയാണ് എന്നൊക്കെ അടിയിലേക്ക് വാക്കുകൾ വരുന്നുണ്ട്. ചെളിയാണെന്ന്, വെറും ചെളി. മനസ്സിലായി? നമ്മൾ എവിടെ നിന്നാണ് വരുന്നതെന്നും നമ്മൾ ആരാണെന്നും നമ്മളുടെ ഒന്നുമില്ലായ്മ എന്താണെന്നും ചിന്തിച്ചാൽ മതി. എന്നിട്ട് പറയാണ്, നാം സ്വയം പര്യാപ്തരാണെന്ന് നാം കരുതാതിരിക്കുകയെന്നത് പ്രധാനമാണ്. നിങ്ങൾക്കൊന്ന് പറയാമോ ഈ ഒരു വാക്കിനെ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? അല്ലേ? അങ്ങനെ ചിന്തിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് അല്ലേ, നിങ്ങൾ എവിടെ നിന്നാണെന്നും നിങ്ങൾ ആരാണെന്നും നിങ്ങളുടെ ഒന്നുമില്ലായ്മ എന്താണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ പറയാണ്, ചിന്തിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് പറയാണ്, നാം സ്വയം പര്യാപ്തരാണെന്ന് നാം കരുതാതിരിക്കുക എന്നത് പ്രധാനമാണ്. ഇതിനെ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി എന്ന് നിങ്ങൾ ഉത്തരം പറഞ്ഞിട്ടേ ഞാൻ മുമ്പിലോട്ട് പോകുള്ളൂ. മനസ്സിലായില്ലെങ്കിൽ മനസ്സിലായില്ല എന്ന് പറയും, സമയം കളയണ്ട. മനസ്സിലായോ? എന്താണ് അവിടെ എഴുതിയിരിക്കുന്നതിനർത്ഥം? ഇപ്പം നമ്മൾ വായിച്ചല്ലോ. എന്ത് വായിച്ചു? സ്വയം പര്യാപ്തൻ. നാം സ്വയം പര്യാപ്തൻ അല്ലേ? നമുക്ക് ഞാൻ ഇത്തിരി കൂടി പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയണില്ല. നാം സ്വയം പര്യാപ്തനാണെന്ന് നാം കരുതാതിരിക്കുക എന്നത് പ്രധാനമാണ്. എന്താണ് ഇവിടെ അർത്ഥമാക്കുന്നത്? എന്താണ് ആ വാക്ക് നമ്മളോട് പറയണത്? അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ അടങ്ങിയിരിക്കണ എന്താണ് അതിൻ്റെ ഒരു എൻ്റെ മാറ്റർ എന്താണ്? എൻ്റെ വിഷയം എന്താണ്? ആ വാക്ക് നമ്മൾ എന്ത് വിഷയമാണ് സംസാരിക്കണത് നമ്മളോട്? പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? അതൊക്കെ നമ്മൾ സ്വയം സാധിക്കുന്നുണ്ടല്ലോ, പക്ഷെ അത് നമുക്ക് സ്വയം പര്യാപ്തത ഇല്ല. അത് ദൈവത്തിന്റെ കരുണ കൊണ്ട്
മാത്രമേ മാറുന്നൊരു ചിന്ത ഉണ്ടാവുന്നതാണ്. കറക്റ്റാണ് പറഞ്ഞത്. അപ്പം നമ്മൾ പൊക്കത്തൊക്കെ വായിച്ചല്ലോ, നമുക്ക് നമ്മുടെ കഴിവില്ലായ്മേനൊക്കെ കുറിച്ചൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ ഇവിടെ പറയണത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ജ്യോതി പറഞ്ഞതുപോലെ ഓക്കെ ആണ് അതിൻ്റെ ഇത്. അപ്പോൾ നമുക്ക് ഒന്നും കൂടി അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. നാം സ്വയം പര്യാപ്തരാണെന്ന് നാം കരുതാതിരിക്കുക. അത് എന്ന് പറഞ്ഞാൽ കരുതരുത്. നാം സ്വയം പര്യാപ്തരാണെന്ന് കരുതരുത്. എന്തിൽ സ്വയം പര്യാപ്തരാണെന്ന് കരുതരുത്? ഈ ബലഹീനതയിൽ നിന്ന്, ഈ ഭാവാവസ്ഥയിൽ നിന്ന് എനിക്ക് ഒറ്റയ്ക്ക് സ്വയം പുറത്ത് കടക്കാമെന്ന് നാം വിചാരിച്ചേക്കരുത്. മനസ്സിലാവുണ്ടോ? അങ്ങനെയൊന്നും നമ്മൾ വിചാരിച്ചേക്കരുത്. വിചാരിച്ചിട്ട് കാര്യമൊന്നുമില്ല. മനസ്സിലായോ? ആ വിചാരിച്ചിട്ട് നടക്കാത്ത കാര്യമാണ് ഞാനിപ്പോൾ ഇത്തിരി മുമ്പ് എൻ്റെ ജീവിതാനുഭവം പറഞ്ഞു. മനസ്സിലായോ? അപ്പം അവിടെ ആരാണ് പര്യാപ്തൻ? ആരാണ് പര്യാപ്തൻ? ഹോളി സ്പിരിറ്റാണ്. മനസ്സിലായോ? ദൈവമാണ് അവൻ നമ്മളെ പുറത്തു വിടുന്ന അവസ്ഥയും. അല്ലാണ്ട് നമുക്ക് ഇപ്പം എൻ്റെ ഇവിടെ നാട്ടിലുള്ള എൻ്റെ ചില കൂട്ടുകാർ പറയും, ഇപ്പം ഇങ്ങനെ അവരെ സംസാരിച്ചൊക്കെ വരുമ്പോഴത്തേക്കും, ഞാൻ ധ്യാനത്തിനൊന്നും പോയില്ല, ഞാൻ വീട്ടിലിരുന്നപ്പോൾ എനിക്ക് തോന്നി ഞാൻ അങ്ങോട്ട് നിർത്തി. മദ്യപാനമൊക്കെ ഞാൻ അങ്ങോട്ട് നിർത്തി. ഇത്രയും വർഷമായിട്ട് ഞാനൊന്നും ഉപയോഗിക്കണില്ല. അപ്പം ഒരു ക്രിസ്ത്യാനിയായ ഒരു കൂട്ടുകാരൻ എന്നോട് ഇത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, നീ നിർത്തിയായിരിക്കും, പക്ഷെ പ്രവർത്തിച്ചത് പരിശുദ്ധാത്മാവാണടാ എന്ന് പറഞ്ഞ്. മനസ്സിലായോ? നീ നിർത്തിയിട്ടുണ്ടാവുമായിരിക്കാം, പക്ഷേ നിൻ്റെ ഉള്ളിൽ പ്രവർത്തിച്ചത് പരിശുദ്ധാത്മാവാണ്. മനസ്സിലാവുണ്ടോ? അല്ലാണ്ട് ഒരാൾക്ക് ഒരു കാര്യവും നിർത്താനും പറ്റില്ല, ഉപേക്ഷിക്കാനും പറ്റില്ല. അത് ഹൈന്ദവനായാലും ശരി, മുസ്ലിം ആയാലും ശരി, ഏതാളായാലും ശരി, യേശുക്രിസ്തുവിനെ കുറിച്ച് അറിയണ ആളായാലും ശരി, അറിയാത്ത ആളായാലും ശരി, ഒരാൾക്ക് ഒരാളുടെ ചീത്ത സ്വഭാവത്തിൽ നിന്നും അവർക്ക് വിടണമെങ്കിൽ അതിന് ഒരു കൃപ വേണം. ആ കൃപ യേശുക്രിസ്തുവിലൂടെയാണ് കിട്ടുക. അതിലൊരു തർക്കമില്ല. അപ്പം അത്തരത്തിലുള്ള പര്യാപ്തതയെക്കുറിച്ചാണ് ഈ പറയണത്. മനസ്സിലായോ? അത് കൂടുതൽ അടിയിലേക്കൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇനി കൂടുതൽ കേട്ടോ. ഇപ്പം എവിടെയാണെന്ന്, നാം സ്വയം പര്യാപ്തരാണെന്ന് നാം കരുതാതിരിക്കുക. കരുതരുത്, കരുതാതിരിക്കണം. അത് പ്രധാനമാണ്. ഇനി ഞാൻ ഇതിനെ നമുക്കൊന്നും കൂടി മനസ്സിലാക്കാൻ വേണ്ടി ഇത് കണ്ടോ, ഇത് നിങ്ങൾ കണ്ടോ? വായിക്കാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? ഇതാണ് ആനന്ദിച്ച് ആഹ്ലാദിക്കുവിൻ എന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മറ്റൊരു അപ്പസ്തോലിക ലേഖനം. കണ്ടോ? അപ്പസ്തോലിക ആഹ്വാനം ഇവിടെയൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ 52ാമത്തെ അല്ലെങ്കിൽ പാരഗ്രാഫ് എന്നൊരു കാര്യം വായിക്കാൻ പോകണമെന്ന് ശ്രദ്ധിച്ചോട്ടോ കേട്ടോ. നിങ്ങൾ ഇന്ന് വരെ കേട്ടതാണോ കേൾക്കാത്തതാണോ എന്നൊന്നും എനിക്കറിയില്ല. കേട്ടതാണെങ്കിൽ ഒന്നും കൂടി നമുക്ക് അരക്കിട്ട് ഉറപ്പിക്കാം, കേൾക്കാത്തതാണെങ്കിൽ കേട്ടോ. മനസ്സിലായോ? അപ്പം ഞാൻ 52ാമത്തെ പാരഗ്രാഫ് അല്ലെങ്കിൽ ഖണ്ഡിക അല്ലെങ്കിൽ അതിൻ്റെ ഇതിൽ നിന്ന് വായിക്കുകയാണ്. കണ്ടോ? ഈ ഒരു ഭാഗം ഞാൻ വായിക്കണേ. ശ്രദ്ധിക്കണം കേട്ടോ, ശ്രദ്ധിക്കണം. അപ്പോൾ ഇത്രയും പറഞ്ഞു നിർത്തിയത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. ദൈവത്തിൻ്റെ നാമം കരുണയാണെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞു വെച്ചത് എന്താണ്? നാം സ്വയം പര്യാപ്തരാണെന്ന് കരുതിയേക്കരുത്, കരുതാതിരിക്കണം. അത് പ്രധാനമാണെന്ന് പറഞ്ഞു. ഇപ്പം ഇനി ഞാൻ വായിക്കാൻ പോണത് കേട്ടോ. ഈ ആനന്ദിച്ച് ആഹ്ലാദിക്കിൽ നിന്ന് ഞാൻ വായിക്കാൻ പോവാണ് 52ാമത്തെ പാരഗ്രാഫ്. മിക്കപ്പോഴും അവഗണിക്കപ്പെടുന്ന സഭാപ്രബോധനം എന്ന് പറഞ്ഞുകൊണ്ടാണ് അതിൻ്റെ തലക്കെട്ട് തുടങ്ങുന്നത്. എന്തെന്നാണ് പറഞ്ഞാൽ? മിക്കപ്പോഴും അവഗണിക്കപ്പെടുന്ന സഭയുടെ പ്രബോധനം. എന്താണ് ആ മിക്കപ്പോഴും അവഗണിക്കപ്പെടുന്ന സഭയുടെ പ്രബോധനം? എന്താണ്? അതാണ് വായിക്കാൻ പോണം. ശ്രദ്ധിച്ച് കേൾക്കണേ. നമ്മുടെ പ്രവൃത്തികൾ കൊണ്ടോ പരിശ്രമങ്ങൾ കൊണ്ടോ അല്ല, പിന്നെയോ എപ്പോഴും തുടക്കം കുറിക്കുന്ന കർത്താവിൻ്റെ. കണ്ടോ? എപ്പോഴും നമ്മുടെ പ്രവൃത്തികൾ കൊണ്ടോ പരിശ്രമങ്ങൾ കൊണ്ടോ അല്ല, പിന്നെയോ എപ്പോഴും തുടക്കം കുറിക്കുന്ന കർത്താവിൻ്റെ കൃപാവരം മൂലമാണ്. എപ്പോഴും തുടക്കം കുറിക്കുന്ന കർത്താവിൻ്റെ കൃപാവരം മൂലമാണ് നാം നീതിമത്കരിക്കപ്പെടുന്നതെന്ന് സഭ ആവർത്തിച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. മനസ്സിലായോ നിങ്ങൾക്ക്? നമ്മുടെ പ്രവൃത്തികളോ പരിശ്രമങ്ങളോ കൊണ്ടല്ല. ഈ അർത്ഥത്തിലാണ് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായം 16-ാമത്തെ വചനം. അതറിയോ നിങ്ങൾക്ക്? റോമ 9:16 എന്താണെന്ന്? മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, പിന്നെ ദൈവത്തിൻ്റെ ദയയാണ് എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം. മനസ്സിലാവുണ്ടോ?
അപ്പോൾ നമ്മുടെ പ്രവർത്തികൾ കൊണ്ടോ പരിശ്രമങ്ങൾ കൊണ്ടോ അല്ല, പിന്നെയോ എപ്പോഴും തുടക്കം കുറിക്കുന്ന കർത്താവിൻ്റെ കൃപാവരം മൂലമാണ് നാം നീതിമത്കരിക്കുക, അതായത് നീതീകരിക്കപ്പെടുന്നതെന്ന് സഭ ആവർത്തിച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. സഭ പിതാക്കന്മാർ വിശുദ്ധ അഗസ്തീനോസിന് മുൻപ് പോലും, അഗസ്തീനോസ് പിതാവിൻ്റെ കാലഘട്ടത്തിന് മുൻപ് പോലും മൗലികമായ ഈ വിശ്വാസത്തെ വ്യക്തമായി പ്രകടിപ്പിച്ചിട്ടുണ്ട്. നാം യുദ്ധത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് തന്നെ, ഏത് യുദ്ധമാണ് ഇവിടെ പറയണേ? ഇന്ത്യ എന്ന രാജ്യത്തിലേക്ക് ഒരു യുദ്ധം വരണ കാര്യമാണോ പറയണേ? അല്ല, അല്ലേ? ആധ്യാത്മിക യുദ്ധം, ആധ്യാത്മിക യുദ്ധത്തെക്കുറിച്ചാണ് പറയുന്നത്. ക്രൈസ്തവ ജീവിതം എന്താണ്? ഒരു പോരാട്ടമാണ് എന്നൊക്കെ നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട്, ഇല്ലേ? നാം യുദ്ധത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് തന്നെ തൻ്റെ സർവ്വദാനങ്ങളുടെയും ഉറവിടത്തെ തന്നെ, കണ്ടോ, ശ്രദ്ധിക്കണം കേട്ടോ, നാം യുദ്ധത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് തന്നെ തൻ്റെ സർവ്വദാനങ്ങളുടെയും ഉറവിടത്തെ തന്നെ ദൈവം നമ്മിലേക്ക് പ്രവഹിപ്പിക്കുന്നുവെന്ന് വിശുദ്ധ ജോൺ ക്രിസോസ്റ്റോമോസ് പറഞ്ഞിട്ടുണ്ട്. അതാരെയാണ് ഈ പ്രവഹിപ്പിക്കുന്നത്? പരിശുദ്ധാത്മാവിനെ. മനസ്സിലാവുണ്ടോ? എന്താണ്? നാം യുദ്ധത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് തന്നെ തൻ്റെ സർവ്വദാനങ്ങളുടെയും ഉറവിടം, തൻ്റെ സർവ്വദാനങ്ങളുടെയും ഉറവിടം എന്താണ്? ആരാണ്? ഉറവിടത്തെ തന്നെ ദൈവം നമ്മിലേക്ക് പ്രവഹിപ്പിക്കുന്നുവെന്ന് വിശുദ്ധ ജോൺ ക്രിസോസ്റ്റോം രണ്ടാമത്തെ സഭാപിതാവിൻ്റെ പേര് പറയാണ്. ഒന്നാദ്യം അല്ലേ അഗസ്തീനോസ് പിതാവിൻ്റെ പേര് പറഞ്ഞു, ഇപ്പോൾ പറയാണ് വിശുദ്ധ ജോൺ ക്രിസോസ്റ്റോമോസ് പറഞ്ഞിട്ടുണ്ടെന്ന്. എന്നിട്ട് മൂന്നാമത്തെ വിശുദ്ധനെ പറയാം, മഹാനായ ബേസിൽ ഇങ്ങനെ പറഞ്ഞു, വിശ്വാസികൾ ദൈവത്തിൽ മാത്രം മഹത്വം കാണുന്നു. കണ്ടോ, വിശ്വാസികൾ എപ്പോഴും എന്ത് ചെയ്യും? ഇതെൻ്റെ കഴിവൊന്നുമല്ല, ദൈവത്തിൻ്റെ കരുണയാണ്, ദൈവമാണ് നടത്തിയെന്ന് പറഞ്ഞപ്പോഴും ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കും. അതാണ് പറഞ്ഞത്, വിശ്വാസികൾ ദൈവത്തിൽ മാത്രം മഹത്വം. അതായത് എൻ്റെ കഴിവല്ലേ, ഞാൻ ഇതിൽ ഒരു ശക്തിയൊന്നും ഞാൻ കാണിച്ചിട്ടില്ല, അത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്, ശക്തിയാണ് എന്നുള്ളത്. അത് ചില ആൾക്കാർ പറയണല്ലോ, ഇതെൻ്റെ കഴിവാണ്, ഞാനാണ് ചെയ്തത്, ഞാനാണിതെല്ലാം ഉണ്ടാക്കിയത്, ഞാൻ കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ഇത്തരത്തിലുള്ള ഡയലോഗുകൾ പോകണ കാണാം. അപ്പോൾ ഇവിടെ പറയാണ്, മഹാനായ ബേസിൽ ഇങ്ങനെ പറയാണ്, വിശ്വാസികൾ ദൈവത്തിൽ മാത്രം മഹത്വം കാണുന്നു, കാരണം തങ്ങൾക്ക് യഥാർത്ഥ നീതി ഇല്ലെന്നും. കണ്ടോ, തങ്ങൾക്ക് ശരിയായൊരു നീതി ഇല്ല എന്നും. അതായത് നമ്മൾ ആരാണ്? നമ്മൾ പാപികളാണ്. മനസ്സിലായോ? ആ അർത്ഥത്തിലാണ് തങ്ങൾക്ക് യഥാർത്ഥ നീതി ഇല്ലെന്നും ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ മാത്രമാണ് നീതിമത്കരിക്കപ്പെടുന്നതെന്നും അവർ മനസ്സിലാക്കുന്നു. 53 ഞാനൊന്ന് വായിക്കട്ടെ, 53 പാരഗ്രാഫ്. ദൈവിക കൃപ എന്ന ദാനം ആവശ്യപ്പെടാനോ അതിനുള്ള യോഗ്യത നേടാനോ അതിനെ വാങ്ങിക്കാനോ, ശ്രദ്ധിക്കണേ, 3 പോയിന്റുകൾ പറയാണ്. എന്തൊക്കെയാണ്? ദൈവകൃപ എന്ന ദാനം ആവശ്യപ്പെടാനോ അതിനുള്ള യോഗ്യത നേടാനോ, മൂന്നാമത്തെ എന്താണ്? അതിനെ വാങ്ങിക്കാനോ മാനുഷികമായ യാതൊന്നിനും സാധ്യമല്ലെന്നും അതിനോടുള്ള എല്ലാ സഹകരണവും ആ കൃപാവരത്തിൻ്റെ മുൻകൂട്ടിയുള്ള ദാനമാണെന്നും. കണ്ടോ, എന്താ മനസ്സിലാവണേ ഇപ്പോൾ? അതായത് ഇപ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞാണ് ഞാൻ മാനസാന്തരപ്പെട്ടു, മനസ്സിലായോ? എനിക്ക് മാനസാന്തരം ഉണ്ടായി എന്നൊക്കെ ഞാനാണ് അല്ലേ? അപ്പോൾ എനിക്കങ്ങാട് അത് ഇന്ന് ഉപേക്ഷിക്കണമെന്ന് തോന്നി, ഞാനങ്ങാട് ഉപേക്ഷിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില ഡയലോഗുകളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമായിരിക്കാം. മനസ്സിലാവുന്നുണ്ടോ? എനിക്ക് ഒരു ധ്യാനം കൂടണമെന്നത്, അല്ലെങ്കിൽ ദൈവവചനം കേൾക്കണമെന്നത്, അല്ലെങ്കിൽ ഈ പാപത്തിൽ നിന്നൊക്കെ എൻ്റെ ജീവിതത്തെ മാറ്റി ഒരു ദൈവികമായൊരു അനുഭവത്തിലേക്ക് കടക്കണമെന്നത് ആദ്യം എൻ്റെ ഉള്ളിൽ ചിന്തിപ്പിക്കണത് ആരാ? ഈ ചിന്ത എവിടെ നിന്നാണ് വന്നത്? ആദ്യം ഒന്ന് പറഞ്ഞേ. ആദ്യം ചിന്തിക്കണത് ആരാ? ഞാനാണോ? ആണോ? അപ്പം അതാണ് പറഞ്ഞത്, മുൻകൂട്ടിയുള്ള. കണ്ടോ, മുൻകൈ എടുക്കണത് ആരാ? നമ്മളെപ്പോഴും പറയും ഞാൻ മാനസാന്തരപ്പെട്ടു, ഞാൻ നല്ല ഇതിലേക്ക് വന്നു, ഞാൻ. ഇതാരാണ് കൊണ്ടുപോണത്? മുൻകൈ എടുക്കണത് ആരാ? മനസ്സിലായോ?
അതാണ് ദൈവിക കൃപ എന്ന ദാനം ആവശ്യപ്പെടാനോ അതിനുള്ള യോഗ്യത നേടാനോ അതിനെ വാങ്ങിക്കാനോ മാനുഷികമായ യാതൊന്നിനും സാധ്യമല്ലെന്നും അതിനോടുള്ള എല്ലാ സഹകരണവും ആ കൃപാവരത്തിൻ്റെ അതിനോടുള്ള എല്ലാ സഹകരണം ആവശ്യമാണ്. നമ്മുടെ സഹകരണം ആർക്ക് ആവശ്യമാണ്? ദൈവത്തിന് ആവശ്യമാണ്. പക്ഷെ മുൻകൈ എടുക്കുന്നത് ആരാ? ദൈവമാണ്. മനസ്സിലായോ? അതിനോടുള്ള എല്ലാ സഹകരണവും ആ കൃപാവരത്തിൻ്റെ മുൻകൂട്ടിയുള്ള ദാനമാണെന്നും ഓറഞ്ചിലെ 2-ാം സൂനഹദോസ് ദൃഢമായ ആധികാരികതയോടെ പഠിപ്പിച്ചു. അപ്പോൾ വലിയ പ്രബോധനങ്ങളുടെ കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് ഇപ്പോൾ ഇവിടെ പറയണേ. ഓറഞ്ചിലെ 2-ാം സൂനഹദോസ് ദൃഢമായ ആധികാരികതയോടെ പഠിപ്പിച്ച കാര്യമാണ് നമ്മളിപ്പോൾ കേട്ടെ. എന്നിട്ട് പറയാണ്, ശുദ്ധീകരിക്കപ്പെടാനുള്ള ആഗ്രഹം പോലും, ശ്രദ്ധിക്കണം കേട്ടോ, ശുദ്ധീകരിക്കപ്പെടാനുള്ള ആഗ്രഹം പോലും നമ്മിൽ ഉണ്ടാകുന്നത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവാഹവും പ്രവർത്തനവും വഴിയാണ്. എന്താണ് പറഞ്ഞത്? ശുദ്ധീകരിക്കപ്പെടാനുള്ള, ഞാനിപ്പോൾ ഇത്തിരി മുമ്പ് ഞാനിത് വായിച്ചിട്ടല്ല, ഇത്തിരി മുമ്പ് ഇപ്പോൾ ഒരു വാക്ക് പറഞ്ഞില്ലേ, ഞാൻ മാനസാന്തരപ്പെട്ടു, ഞാൻ നല്ലത് ചെയ്തു, ഞാൻ എപ്പോഴും നമ്മൾ പറയും, ഞാൻ ധ്യാനം കൂടി, ഞാൻ വചനം പഠിച്ചു, ഞാൻ ശുശ്രൂഷ ചെയ്യണം. ഇതൊക്കെ ആരാണ് അതിൻ്റെ ഉത്ഭവം എവിടുന്ന? ആരാണ് ഇതൊക്കെ ചെയ്തു വെക്കണേ? നമ്മൾ സഹകരിക്കുന്നു എന്നേ ഉള്ളൂ. നമ്മളെ കൊണ്ട് കർത്താവ് സഹകരിപ്പിക്കുന്നു പരിശുദ്ധാത്മാവിനോട്. ആരാണ് ആദ്യം മുൻകൈ എടുക്കുന്നത്? പരിശുദ്ധാത്മാവാണ്. അതാണ് എന്തെന്നാ പറഞ്ഞത്? ശുദ്ധീകരിക്കപ്പെടാനുള്ള ആഗ്രഹം പോലും നമ്മിലുണ്ടാകുന്നത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവാഹവും പ്രവർത്തനവും വഴിയാണ്. ഞാൻ നേരത്തെ ആ മദ്യം കഴിച്ചിട്ട് നിർത്തി എന്ന് പറഞ്ഞ ആ കൂട്ടുകാരൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞില്ലേ? അപ്പം ഞാനിതൊന്നും വായിച്ചിട്ടല്ല അവനോട് അതൊക്കെ പറഞ്ഞത്. അന്നൊന്നും ഈ പുസ്തകമൊന്നും എൻ്റെ കയ്യിൽ കിട്ടിയിട്ടില്ല, അല്ലെ ഞാൻ മേടിച്ചിട്ടില്ല. ഇങ്ങനെ എഴുതിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അപ്പം ഞാൻ പറഞ്ഞു, ശരി നീ നിർത്തിയിട്ടുണ്ടാകും, പക്ഷെ പ്രവർത്തിച്ചത് പരിശുദ്ധാത്മാവാണെന്ന് പറഞ്ഞു. ഞാൻ നിർത്തി. മനസ്സിലായോ? ഇത്തരത്തിലുള്ള ഡയലോഗ്. അപ്പോൾ ദൈവത്തിന് നമ്മൾ മഹത്വം കൊടുക്കണില്ല. മനസ്സിലാവുന്നുണ്ടോ? പിന്നീട് ട്രെൻഡ് സൂനഹദോസ് ആധ്യാത്മിക വളർച്ചയിൽ നമ്മുടെ സഹകരണത്തിൻ്റെ ആവശ്യകത. ശ്രദ്ധിക്കണോട്ടോ, ഇപ്പം ശ്രദ്ധിച്ചോ നിങ്ങൾ എന്താ പറഞ്ഞതെന്ന്? പിന്നീട് ട്രെൻഡ് സൂനഹദോസ് ആധ്യാത്മിക വളർച്ചയിൽ നമ്മുടെ സഹകരണത്തിൻ്റെ ആവശ്യകത. ആധ്യാത്മിക വളർച്ചയിൽ നമ്മുടെ സഹകരണത്തിൻ്റെ ആവശ്യകത. ആധ്യാത്മിക വളർച്ചയിൽ നമ്മുടെ സഹകരണത്തിൻ്റെ ആവശ്യകത. നമ്മുടെ സഹകരണം വേണം, നമ്മുടെ പെർമിഷൻ വേണം കർത്താവിന്. അതാണ് അഗസ്തീനോസ് പുണ്യാളം പറയാറുള്ളൊരു കോട്ട്. എന്താണ്? എന്നെ സൃഷ്ടിച്ച ദൈവത്തിന് എന്നെ കൂടാതെ എന്നെ രക്ഷിക്കാൻ സാധിക്കുകയില്ല എന്ന്. മനസ്സിലായി? നമ്മളെ സൃഷ്ടിച്ചപ്പോൾ കർത്താവ് പെർമിഷൻ ചോദിച്ചോ? ഇല്ല. പക്ഷേ എന്നെ രക്ഷിക്കണമെങ്കിലോ, എന്നെ കർത്താവിന് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ എൻ്റെ പെർമിഷൻ വേണം. അത് വലിയൊരു ഇതായി പോയല്ലേ? അതെന്ത് പരിപാടിയാണത്? അങ്ങനെ ചെയ്യേണ്ടിയിരുന്നു. പിന്നീട് ട്രെൻഡ് സൂനഹദോസ് ആധ്യാത്മിക വളർച്ചയിൽ നമ്മുടെ സഹകരണത്തിൻ്റെ ആവശ്യകത. ഭൂമിയിലെ ജീവിതത്തിൽ നമ്മുടെ സഹകരണത്തിൻ്റെ ആവശ്യകത എന്നല്ല എഴുതിയേക്കണത്. എന്തെന്നാ എഴുതിയേക്കണത്? ആധ്യാത്മിക വളർച്ചയിൽ നമ്മുടെ സഹകരണത്തിൻ്റെ ആവശ്യകത ഊന്നിപ്പറഞ്ഞുകൊണ്ട് ആ സത്യവിശ്വാസ പ്രബോധനം ആവർത്തിച്ചു. ഇത് ഞാൻ ഇങ്ങനെയൊക്കെ വായിക്കണതേ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ? ഞാൻ എന്താണ് അങ്ങനെയൊക്കെ വായിക്കണേന്ന്? ഓരോ വാക്കിനും ജീവനുണ്ട്. ഓരോ വാക്കും ആ ജീവൻ എന്നിൽ തുടിക്കണത് കൊണ്ടിട്ടാണ് ഞാൻ അങ്ങനെ വായിക്കണത്. മനസ്സിലാവുണ്ടോ? ഇതൊക്കെ നമ്മുടെ ജീവനാണ്. ഇത് വെറുതെ ഒരു മഷി കൊണ്ട് കടലാസിൽ എഴുതിയിരിക്കുന്നു. പക്ഷേ ഈ വാക്കുകൾക്ക് എന്തുണ്ട്? ഒരാത്മാവിനെ ജ്വലിപ്പിക്കാൻ സാധിക്കും, ഒരാത്മാവിനെ കത്തിക്കാൻ സാധിക്കും. അപ്പം അതാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായി? ആവർത്തിച്ചു. നമ്മൾ സൗജന്യമായി നീതീകരിക്കപ്പെടുന്നുവെന്ന് പറയപ്പെടുന്നു. എന്തെന്നാൽ നീതീകരണത്തിന് മുമ്പുള്ള യാതൊന്നും വിശ്വാസമോ പ്രവൃത്തിയോ, അപ്പോൾ ഈ നമ്മൾ നീതീകരിക്കപ്പെട്ടതിൻ്റെ മുമ്പുള്ള യാതൊന്നും വിശ്വാസമോ പ്രവൃത്തിയോ നീതീകരണം എന്ന കൃപാവരത്തെ അവകാശപ്പെടുത്തുന്നില്ല.
അപ്പം ഇതൊക്കെ നമ്മളെ സംബന്ധിച്ച് നമ്മൾ വിചാരിച്ചിരിക്കണേക്കാൾ നേരെ ഉൾട്ട, അല്ലേ, നേരെ തിരിഞ്ഞാണ് വന്ന കാര്യങ്ങൾ. മനസ്സിലാവുണ്ടോ? നമ്മൾ ഇത്ര നാളും വിചാരിച്ച പോലെ അല്ല കാര്യത്തിൻ്റെ കടപ്പ് വശം. നീതീകരണത്തിന് മുൻപുള്ള യാതൊന്നും, വിശ്വാസമായാലും പ്രവൃത്തിയായാലും നീതീകരണം എന്ന കൃപാവരത്തെ അവകാശപ്പെടുത്തുന്നില്ല. അതൊക്കെ എന്താ പറയണല്ലേ? ഇങ്ങനെയൊക്കെ ഉണ്ടോ? എന്തെന്നാൽ അത് കൃപയാലാണെങ്കിൽ പ്രവൃത്തികളിൽ അധിഷ്ഠിതമല്ല. അത് കൃപയാലാണെങ്കിൽ പ്രവൃത്തികളിൽ അധിഷ്ഠിതമല്ല. അത് കൃപയാലല്ലെങ്കിൽ കൃപ ഒരിക്കലും കൃപ ആയിരിക്കുകയില്ല. ഇത് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 11-ാമത്തെ അധ്യായത്തിൽ 6-ാമത്തെ വചനമാണ്. അത് കൃപയാലാണെങ്കിൽ പ്രവൃത്തികളിൽ അധിഷ്ഠിതമല്ല. അത് കൃപയാലല്ലെങ്കിൽ കൃപ ഒരിക്കലും കൃപയായിരിക്കുകയില്ല. ഇപ്പം മനസ്സിലായി ആ വചനത്തിൻ്റെയൊക്കെ കോട്ട് ഈ വചനമൊക്കെ നമുക്ക് നേരത്തെ മനസ്സിലായി. ഇപ്പോഴും മനസ്സിലായോ നിങ്ങൾക്ക് വല്ലതും? എനിക്കറിയില്ല. ഇത് ചില വാക്കുകൾ കൊണ്ടൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റണ കാര്യമല്ല. ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഇത് കേൾക്കുകയും പിന്നീട് ഇനി വീണ്ടും ഇത് കേൾക്കുക, അപ്പോൾ മനസ്സിലാകും ഈ വചനം എന്താണ്. നിങ്ങൾക്ക് ബൈബിളിൽ വായിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? ഇപ്പം വായിച്ചപ്പോൾ മനസ്സിലായോ? ആ, അത് അങ്ങനെ പറഞ്ഞാൽ അത് എന്തെന്നാൽ നീതീകരണത്തിന് മുമ്പുള്ള യാതൊന്നും, വിശ്വാസമോ പ്രവൃത്തിയോ നീതീകരണം എന്ന കൃപാവരത്തെ അവകാശപ്പെടുത്തുന്നില്ല. അതായത് എന്താണ് ഇപ്പോൾ വായിച്ചതെന്ന് മനസ്സിലായോ? ഈ നീതീകരിക്കപ്പെടുന്ന അല്ലേ കൃപാവരം, അത് നമ്മുടെ വിശ്വാസമോ നമ്മുടെ പ്രവൃത്തികളോ അല്ലെന്ന് മനസ്സിലായോ? അത്രയും മനസ്സിലായല്ലോ. അത് മനസ്സിലായോ? എന്താണ് മനസ്സിലായോ? പറയ്. അതായത് ഞാനൊന്നും കൂടിയും വായിക്കാം. നമ്മൾ സൗജന്യമായി നീതീകരിക്കപ്പെടുന്നുവെന്ന് പറയപ്പെടുന്നു. എന്നിട്ട് പറയാണ് എന്തെന്നാൽ നീതീകരണത്തിന് മുൻപുള്ള യാതൊന്നും, അതായത് നമ്മൾ നമ്മൾ നീതീകരിച്ചല്ലോ. നമ്മളെ അല്ലേ ഒരു ചെളിയിൽ കിടന്ന് കളിക്കുന്ന ഒരു കുഞ്ഞിനെ കൊണ്ടുവന്ന് അല്ലേ കുളിപ്പിച്ച് അതിനെ അല്ലേ സോപ്പിട്ട് കുളിപ്പിച്ച് നല്ല വൃത്തിയാക്കി പൗഡറൊക്കെ ഇട്ട് അല്ലേ കണ്ണൊക്കെ എഴുതി പൊട്ട് തൊട്ട്, അതാണ് നീതീകരണം. മനസ്സിലായോ? അത് വിശദീകരിച്ച് നീതീകരിക്കുക. അപ്പം എന്തെന്നാൽ നീതീകരണത്തിന് മുമ്പുള്ള യാതൊന്നും, വിശ്വാസമോ പ്രവൃത്തിയോ നീതീകരണം എന്ന കൃപാവരത്തെ അവകാശപ്പെടുത്തുന്നില്ല എന്ന് പറഞ്ഞാൽ നീതീകരണം എന്ന പ്രവർത്തനത്തെ, നീതി ലഭിക്കുന്നത്, ശ്രദ്ധിക്കണേ, നീതി ലഭിക്കുന്നത് നമ്മളുടെ പ്രവൃത്തി കൊണ്ടോ? മനസ്സിലായോ? നമ്മളുടെ പ്രവൃത്തി കൊണ്ടല്ല. വിശ്വാസമോ പ്രവൃത്തിയോ നീതീകരണം എന്ന കൃപാവരത്തെ അവകാശപ്പെടുത്തുന്നില്ല. അപ്പം അതുകൊണ്ടല്ല നമുക്കതൊന്നും കിട്ടുന്നത്. എന്തെന്നാൽ അത് കൃപയാലാണെങ്കിൽ പ്രവൃത്തികളിൽ അധിഷ്ഠിതമല്ല. അത് കൃപയാലല്ലെങ്കിൽ കൃപ ഒരിക്കലും കൃപയായിരിക്കുകയില്ല. ഇനി ഞാൻ അതിൽ താഴത്തേക്കൊക്കെ ഒരുപാടുണ്ട്. ഇനി ഞാനത് മുഴുവനും വായിക്കണില്ല കേട്ടോ. ഇനി അത് കുറേ ഉണ്ട്. അപ്പം ഇനി ഇത് തന്നെ നമ്മൾ എന്താണ് ദൈവത്തിൻ്റെ നാമം കരുണയാണെന്നുള്ള ആ ഇതിലേക്ക് വരികയാണ്. നിങ്ങൾക്കതിപ്പോഴും മനസ്സിലായിട്ടില്ലെങ്കിൽ നമുക്ക് വീണ്ടും അത് പിന്നീട് ഞാൻ വ്യക്തിപരമായിട്ട് അതിനെ നമുക്ക് വേണമെങ്കിൽ ചർച്ച ചെയ്യാം, സംസാരിക്കാം കേട്ടോ. അപ്പം അത് ഇങ്ങനെ കുറച്ച് വാക്കുകൾ കൊണ്ട് പറഞ്ഞു പോകാൻ പറ്റണ കാര്യമല്ല. അതിനെ വേറെ രീതിയിലൂടെയൊക്കെ നമുക്കത് മനസ്സിലാക്കേണ്ടതുണ്ട്. ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ വെച്ചുകൊണ്ട് ഒക്കെ മനസ്സിലാക്കേണ്ടി വരും. ഇപ്പം ഇനി എവിടെയാണ് നമ്മൾ നിൽക്കുന്നത്? അപ്പം നാം സ്വയം പര്യാപ്തരാണെന്ന് നാം കരുതാതിരിക്കുക എന്നത് പ്രധാനമാണ് എന്നുള്ളത് മനസ്സിലായല്ലോ. ഇനി അത് കഴിഞ്ഞിട്ട് പിന്നത്തെ അടുത്ത അല്ലേ ആഗണ്ണിക തന്നെ ആ പാരഗ്രാഫ് തന്നെയാണ്. ആവിലായാലും വിശുദ്ധ ത്രേസ്യ തൻ്റെ സഹോദരിമാർക്ക് ഈ സ്വയം പര്യാപ്തതയുടെ മിഥ്യയെക്കുറിച്ച് ഉണ്ടോ, ഈ വ്യാജമായ സംഭവം എന്താണ് സ്വയം പര്യാപ്തത? ആധ്യാത്മിക ജീവിതത്തിൽ ഒരു സ്വയം പര്യാപ്തത നിറഞ്ഞ ഒരവസ്ഥ. നമുക്ക് സ്വയം പര്യാപ്തമായിട്ടുള്ള ഒരു കാര്യം ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ വിചാരിക്കണം നമ്മുടെ സ്വന്തം ശക്തിയാൽ എന്ത് ചെയ്യാൻ പറ്റും? ഒരു സെക്കൻഡ്, ചാർജ് വെച്ചതാ.
അപ്പോൾ അതിനെക്കുറിച്ച് ആവിലയിൽ വിശുദ്ധ അമ്മ ത്രേസ്യ പറയാണ്, തൻ്റെ സഹോദരിമാരോട് പറയാണ്, മഠത്തിലെ തൻ്റെ സഹപ്രവർത്തകരായ ആ സഹോദരിമാരോട് പറയാണ്. എന്ത് പറഞ്ഞു? സ്വയം പര്യാപ്തതയുടെ മിഥ്യയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകി. സ്വയം പര്യാപ്തത എന്നത് എന്താണ്? ഒരു മിഥ്യയാണെന്ന്. മനസ്സിലായോ? ഒരു ഒരു വ്യാജമായ ഒരു സംഭവമാണ് സ്വയം പര്യാപ്തത. മനസ്സിലായി? അതിന് മുന്നറിയിപ്പ് നൽകി. അപ്പോൾ എന്നിട്ട് പിന്നെ എഴുതിയിരിക്കണം, ശ്രദ്ധിക്കണം കേട്ടോ. എന്നോട് ഇങ്ങനെ ചെയ്യാൻ അവർക്ക് ഒരു കാരണവുമില്ല. എന്നോട് ഇങ്ങനെ ചെയ്യാൻ അവർക്ക് ഒരു കാരണവുമില്ല. നമ്മളെപ്പോഴും പറയണം, പലപ്പോഴും പറയണതല്ല, എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പുലമ്പിക്കൊണ്ടിരിക്കുന്ന ഒരു വാക്കാണ്, ഞാൻ അവരോടൊന്നും ചെയ്തില്ല എന്നിട്ടും അവരെന്നോട് ഇങ്ങനെ ചെയ്തല്ലോ. മനസ്സിലായോ? ഞാൻ അവനോട് അല്ലെങ്കിൽ അവളോട് അല്ലെങ്കിൽ ആ ആളോട് അല്ലെങ്കിൽ ഇന്ന ആൾക്കാരോട് ഞാൻ ഒന്നും തെറ്റായിട്ട് ചെയ്തിട്ടില്ല, തെറ്റായിട്ടുള്ളൊരു പ്രവൃത്തിയോ വാക്കോ ഒന്നും വന്നില്ല. പക്ഷേ എന്നിട്ടും അവരെന്നോട് ചെയ്തു. എന്ത് ചെയ്തു? അവരെന്നെ ഉപദ്രവിച്ചു, അല്ലെങ്കിൽ അവരെന്നെ എന്ത് ചെയ്തു? അവരെന്നെ മാനസികമായിട്ട് പീഡിപ്പിക്കുകയോ വിഷമിപ്പിക്കുകയോ, ഇതങ്ങനെ പല കാര്യങ്ങൾ. നിങ്ങൾക്ക് അതിൻ്റെ പോയിന്റ് മനസ്സിലായോ? എന്നോട് ഇങ്ങനെ ചെയ്യാൻ അവർക്ക് ഒരു കാരണവുമില്ല, എന്നിട്ടും അവർ ചെയ്തു. നമ്മളോട് നെഗറ്റീവായിട്ട് പ്രവർത്തിച്ചു, നമ്മളെ ഒരുപാട് വിഷമപ്പെടുത്തി, നമ്മളൊന്നും ചെയ്തിട്ടുമില്ല. പിന്നെ എന്താണ് കാരണം? അതിനെക്കുറിച്ച് നിങ്ങൾക്കൊന്ന് ഉത്തരം തരാമോ? ചോദ്യമാണ്, ഉത്തരം തന്നെ. എന്തെന്നാണ്? എന്നോട് ഇങ്ങനെ ചെയ്യാൻ അവർക്ക് ഒരു കാരണവുമില്ല, നോ റീസൺ. പിന്നെ എന്താണ് ഇവിടുത്തെ റീസൺ? എന്താ പിന്നെ റീസൺ? ശരിയാണ്. പക്ഷെ അതിന് മറ്റൊരു വാക്ക് വിശുദ്ധ ഗ്രന്ഥത്തിലും പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒരുപോലെ പറഞ്ഞു വെച്ചിരിക്കുന്ന ഒരു വാക്കുണ്ട്, ഒരു വചനമുണ്ട്. അത് ഞാൻ പറയട്ടെ. ഒന്ന്, നിങ്ങൾ ബൈബിൾ തന്നെ എടുത്ത് വായിച്ചോ. യോഹന്നാൻ്റെ സുവിശേഷം നിങ്ങൾ വായിക്കണ്ട, അത് നോക്കിയാൽ മതി. അത് നിങ്ങൾ നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് നോക്കണം. യോഹന്നാൻ 15:25 എന്ന് എടുത്ത് വായിച്ചേ. വായിക്കണ്ട, നിങ്ങൾ നോക്കിയാൽ മതി. ഞാനിവിടെ പറയാം. ഞാനതിവിടെ പറയാം. നിങ്ങളിലൊരാൾ ഇവിടെ ഒരാൾ അത് വായിച്ചോ. 15:25 യോഹന്നാൻ 15:25 ഒന്ന് വായിച്ച്. മറ്റുള്ളവർ നിങ്ങൾ നോക്കിക്കോ. ഒരാളൊന്ന് പറഞ്ഞോ. അത് അവർ കാരണം കൂടാതെ എന്നെ വെറുത്തു എന്ന് കണ്ടോ? നിയമത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന വചനം പൂർത്തിയാകാനാണ് ഇത് സംഭവിച്ചത്. കണ്ടോ? ഇതാരാണ് പറയണേ? ഇതാരാ പറഞ്ഞത്? ഈ വചനം പറഞ്ഞത് ആരാണ്? മനസ്സിലായോ? യേശുക്രിസ്തു, ഈശോ പറയാണ്. എന്തെന്ന് പറഞ്ഞു? അവർ കാരണം കൂടാതെ എന്നെ വെറുത്തു. എന്തുകൂടാതെ? കാരണം കൂടാതെ എന്നെ വെറുത്തു എന്ന് അവരുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് പൂർത്തിയാകാനാണ് ഇത് സംഭവിച്ചത്. കണ്ടോ? അതായത് 22-ാം സങ്കീർത്തനത്തിൽ എന്തെഴുതിയിട്ടുണ്ട്? അവർ എൻ്റെ കൈകാലുകൾ കുത്തിത്തുളച്ചു, അവൻ്റെ അസ്ഥികൾ എണ്ണാവുന്ന വിധത്തിലായി. അവൻ്റെ മുഖം കണ്ടവർ, അവനെ കണ്ടവർ മുഖം തിരിച്ചു കളഞ്ഞു. ഇതൊക്കെ യേശാപുസ്തകം. അപ്പോൾ യേശുക്രിസ്തു മനുഷ്യാവതാരം എടുക്കുന്നതിനും സങ്കീർത്തനങ്ങൾ എന്ന പുസ്തകം എഴുതപ്പെട്ടത് 1000 വർഷങ്ങൾക്ക് മുൻപും ഏശയ്യ എന്ന പ്രവാചക ഗ്രന്ഥം എഴുതപ്പെട്ടത് 750 വർഷങ്ങൾക്ക് മുമ്പെല്ലാം യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇനി അത് പൂർത്തിയാകണ്ടേ? മനസ്സിലാവുണ്ടോ? അവർ കാരണം കൂടാതെ എന്നെ വെറുത്തു എന്ന് അവരുടെ പുസ്തകങ്ങളിൽ എഴുതിയിരിക്കുന്നത് പൂർത്തിയാകാനാണ് ഇത് സംഭവിച്ചത്. ഈ അർത്ഥത്തിലാണ് ഈശോ പറയുന്നത്, പിതാവേ, എല്ലാം പൂർത്തിയായിരിക്കുന്നു, ഇതാ എൻ്റെ ആത്മാവിനെ ഞാൻ നിനക്ക് സമർപ്പിക്കുന്നു. മനസ്സിലാവുണ്ടോ? കണക്ഷൻ വരണേ. മനസ്സിലായോ? ഇനി ഏശയ്യ 53:9 വായിച്ചേ. ഏശയ്യ 53:9. ഏശയ്യ 53:9 മാത്രം വായിച്ചേ. 53-ാം അധ്യായത്തിൽ 5-ാമത്തെ സുവിശേഷം എന്നറിയപ്പെടുമെന്നാണ് പറയണതിന്. 53-ാമത്തെ അധ്യായം, ഏശയ്യയുടെ പുസ്തകത്തിലെ 53-ാം അധ്യായം 5-ാമത്തെ സുവിശേഷം എന്നറിയപ്പെടുന്നു എന്നാണ് പറയണേ. അതിൽ 9-ാമത്തെ വചനം മാത്രം ഒന്ന് വായിച്ചേ. അപ്പം ഞാൻ ചോദിച്ചിരുന്നു, എന്താണ് പിന്നെ കാരണം? എന്താ റീസൺ? ഒരു കാരണവുമില്ല.
ഒരു കാരണവുമില്ലാതെ അവരെന്നോട് പെരുമാറും. അപ്പം എന്താണ് കാരണം എന്ന് ഞാൻ ചോദിച്ചു. അതിന് ഉത്തരം ലൈല ചേച്ചി പറഞ്ഞെങ്കിലും പക്ഷെ അതിന് ഒറ്റ വചനം കൊണ്ട് നമ്മൾ പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിൽ നിന്നും ഒറ്റ വചനം കൊണ്ട് ഇതിപ്പോൾ 53:9 അതൊന്ന് വായിച്ചേ. അവൻ ഒരു അതിക്രമവും ചെയ്തില്ല, അവന്റെ വായിൽ നിന്ന് വഞ്ചന പുറപ്പെട്ടുമില്ല, എന്നിട്ടും ദുഷ്ടരുടെയും ധനികരുടെയും ഇടയിൽ അവൻ സംസ്കരിക്കപ്പെട്ടു. അവന് ക്ഷതമേൽക്കണമെന്നത് കർത്താവിന്റെ ഹിതമായിരുന്നു. കണ്ടോ, അവന് ക്ഷതമേൽക്കണമെന്നത് കർത്താവിന്റെ എന്തായിരുന്നു? അപ്പൊ ഇവിടെ റീസൺ എന്താണ്? അവരൊരു കാരണമില്ലാതെ എന്നോട് ഇങ്ങനെ പെരുമാറിയത്, ഞാനൊന്നും ചെയ്തിട്ടില്ല. അപ്പൊ എന്താണ് ഇവിടെ കാരണം എന്നാണ് ഞാൻ ചോദിച്ചത്. എന്താണ് കാരണം? ദൈവഹിതമാണത്. എന്തെന്ന് ഒരു കാരണവും കൂടാതെ നമ്മൾ അവഹേളിക്കപ്പെടണം എന്നുള്ളത്. ഇതൊക്കെ വലിയ രഹസ്യമാണ്. പക്ഷേ ഈ രഹസ്യം നമ്മുടെ ജീവിതത്തിൽ നിറവേറുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ അനുഭവപ്പെടുമ്പോൾ സഹിക്കില്ല. നമുക്കത് അംഗീകരിക്കാനും പറ്റില്ല, സഹിക്കാനും പറ്റില്ല. നമ്മൾ പ്രതികരിക്കും. പക്ഷെ പ്രതികരിക്കാതെ അവിടെ മുന്നോട്ട് പോകാൻ സാധിച്ചാൽ വലിയൊരു ദൈവാനുഭവത്തിലേക്ക് നമുക്ക് കടക്കാൻ പറ്റും. പലപ്പോഴും എനിക്ക് പറ്റിയിട്ടുണ്ട്. പക്ഷെ ചിലയിടത്തെല്ലാം നമ്മൾ തോറ്റു പോയിട്ടുമുണ്ട്, ചിലയിടത്ത് പറ്റാണ്ട് പോയിട്ടുണ്ട്. മനസ്സിലായേ? അപ്പോൾ പറ്റിയ സമയത്തൊക്കെ നമ്മൾ ആ ആനന്ദിച്ച് ആഹ്ലാദിക്കുന്ന പറഞ്ഞ ആ വാക്കൊക്കെ ഇല്ലേ, അതൊക്കെ ശരിക്കും നമ്മൾ ആഹ്ലാദിക്കാൻ പറ്റിയിട്ടുണ്ട് ആ സമയത്ത്. ചില സമയത്ത് തോറ്റുപോയി, ചില സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റാണ്ട് വന്നിട്ടുണ്ട്. ഇപ്പം മനസ്സിലായോ എന്താണ് റീസൺ, എന്താണ് കാരണം? അവന് ക്ഷതമേൽക്കണമെന്നത് അവിടുത്തെ ഹിതമായിരുന്നു. ഇത് ഈ ഒരു കാര്യമേ ഉള്ളൂ, വേറൊരു കാര്യവുമില്ല. എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കണത്? എന്തുകൊണ്ട്? നമുക്കൊരു ഉത്തരവില്ലാത്ത കാര്യമാണ് അല്ലേ? എവിടെ നിന്നെങ്കിലും ഉത്തരം കിട്ടിയിട്ടുണ്ടോ നിങ്ങൾക്ക്? ഇപ്പം കിട്ടും. കാരണം എന്താണ്? നമ്മൾ ദൈവത്തിലേക്കൊക്കെ കുറച്ചിങ്ങനെ വരാൻ തുടങ്ങി. അപ്പം നമുക്ക് ഉത്തരമൊക്കെ കിട്ടിത്തുടങ്ങി ചെറുതായിട്ടൊക്കെ. പക്ഷെ നമുക്ക് ഉത്തരം ഇല്ലാണ്ടിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ലേ? എന്തുകൊണ്ട് ഇങ്ങനെ? എനിക്കും ഉണ്ടായിരുന്നു അങ്ങനത്തെ ഒരു കാലഘട്ടം. മനസ്സിലായോ? എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ, വേറെ ആർക്കും ഇങ്ങനെ സംഭവിക്കണില്ലല്ലോ എന്ന് ഞാൻ ചോദിച്ച് കർത്താവിൻ്റെ കഴുത്തിന് പിടിച്ച് ഇങ്ങനെ ഞെക്കിയിട്ടില്ല എന്നുള്ളൂ. ഞാനിത് ഉള്ള കാര്യം പറയാണ്. മനസ്സിലായോ? എങ്ങാനും ദൈവം എൻ്റെ മുമ്പിൽ ഇങ്ങനെ കഴുത്ത് ഇങ്ങനെ ശരീരം കൊണ്ടൊക്കെ വന്നെന്ന് വെച്ചെങ്കിൽ നമ്മൾ ഇല്ലേ, അങ്ങനത്തെ ഒരു പ്രതീതിയായിരുന്നു. അതിന് അങ്ങനത്തെ അനുഭവങ്ങളുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം അങ്ങനെ. അപ്പം എന്താണ് ഇവിടെ കാരണം എന്താണ്? ഒരു റീസണും ഇല്ലാതെ നമ്മളോട് ഇങ്ങനെയൊക്കെ ആൾക്കാർ പെരുമാറണം. അപ്പം എന്താ റീസൺ ഒറ്റ ഇതേ ഉള്ളൂ, നമ്മളത് അനുഭവിക്കണമെന്നത് അവിടുത്തെ ഹിതമാണ് എന്നുള്ളതാണ് റീസൺ. ഇതൊരു പോയിൻ്റാണ്. ഇത് നിങ്ങൾ ശരിക്കും, അല്ലെങ്കിൽ ഞാനും നിങ്ങളൊക്കെ അത് മനസ്സിലാക്കിക്കോ. അത് അവിടുത്തെ ഹിതം. കാരണം ദൈവഹിതമാണ് അത് എന്നുള്ളത് മനസ്സിലാക്കുന്നിടത്താണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുക. ഇനി മനസ്സിലാക്കിയാൽ മാത്രം പോരാ, അത് അംഗീകരിക്കാനും പറ്റണം. അത് അംഗീകരിക്കണം, മനസ്സിലാക്കിയാൽ മാത്രം പോരാ. അപ്പോൾ എന്താണ്? ആവിലായിലെ വിശുദ്ധ ത്രേസ്യ തൻ്റെ സഹോദരിമാർക്ക് സ്വയം പര്യാപ്തതയുടെ മിഥ്യയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകി. എന്നോട് ഇങ്ങനെ ചെയ്യാൻ അവർക്ക് ഒരു കാരണവുമില്ല, എന്നിട്ടാണ് അവരിങ്ങനെ എന്നോട് ഇതൊക്കെ ചെയ്തതെന്ന് അല്ലേ? എന്നിട്ട് എന്നതുപോലെയുള്ള അഭിപ്രായങ്ങൾ കേൾക്കുമ്പോൾ, അപ്പോൾ ഇങ്ങനത്തെ ഒരു ഡയലോഗ് കേൾക്കുമ്പോൾ ആവിലായിലെ വിശുദ്ധ അമ്മ ത്രേസ്യ പറയണ ഒരു ഡയലോഗാണ്. എന്തെന്നാണ് പറയണത്? അപ്പോൾ വിശുദ്ധ പറയും, ദൈവം നമ്മെ മോശമായ കാര്യങ്ങളിൽ നിന്ന് മോചിപ്പിക്കട്ടെ. അപ്പം വിശുദ്ധ അമ്മ ത്രേസ്യയുടെ കാഴ്ചപ്പാടിൽ ഈ പറഞ്ഞ ഡയലോഗ് എന്തെന്നാണ്? നിങ്ങൾക്ക് വല്ലതും മനസ്സിലായോ? അതായത് എന്നോട് ഇങ്ങനെ ചെയ്യാൻ അവർക്കൊരു കാരണവുമില്ല എന്നതുപോലെയുള്ള അഭിപ്രായങ്ങൾ കേൾക്കുമ്പോൾ ആവിലായിലെ വിശുദ്ധ അമ്മ ത്രേസ്യ എന്തു പറഞ്ഞു? ദൈവം നമ്മെ മോശമായ കാര്യങ്ങളിൽ നിന്ന് മോചിപ്പിക്കട്ടെ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരർത്ഥം എന്താണെന്നറിയാമോ? ഒരർത്ഥം അല്ലെങ്കിൽ ഒരു വശം. ആ ഒരു വശം എന്ന് വെച്ചാൽ ഈ പറഞ്ഞത് മോശമാണെന്ന്. എന്ത് പറഞ്ഞത്? ഒരു കാരണവുമില്ലാതെയാണ് അവരെന്നോട് ഇത് ചെയ്തതെന്ന് പറയണത് അത് തന്നെ ഒരു മോശമാണ്. അങ്ങനെയല്ല അതിനെ കാണേണ്ടത്. ഇങ്ങനെ കാണാൻ ശ്രമിക്കൂ എന്നുള്ള ഒരു കാഴ്ചപ്പാടും കൂടി അതിലില്ലേ? അമ്മ ത്രേസ്യ പറയാണ്, അത് അങ്ങനെ പറയല്ലേ, മനസ്സിലാവുണ്ടോ? അതിങ്ങനെയാണ് അതിൻ്റെ രഹസ്യം. ഒരു കാരണവുമില്ലാതെ അവർ നമ്മളോട് പെരുമാറുന്നുണ്ടെങ്കിൽ അത് ക്രിസ്തു അനുഭവത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകും.
ക്രിസ്തു അനുഭവിച്ച അനുഭവത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നു. ക്രിസ്തു എന്താ അനുഭവിച്ചത്? അനുഭവിച്ച കാരണം ഉണ്ടായിട്ടാണോ അനുഭവിച്ചത്? അങ്ങനെയാണോ? ഒരു കാരണവും ഇല്ലാതെയല്ലേ അവൻ അനുഭവിച്ചത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പം അതിൻ്റെ ഒരു വശം ഞാൻ പറയാനുണ്ടോ, വിശുദ്ധ അമ്മ ത്രേസ്യ പറഞ്ഞ ഒരു വശം, നമ്മളെ മോശമായ കാര്യങ്ങളിൽ നിന്നും മോചിപ്പിക്കട്ടെ എന്ന് പറയുമ്പോൾ അങ്ങനെ ചിന്തിക്കല്ലേ, ഇങ്ങനെ പറയല്ലേ എന്നുള്ളൊരർത്ഥവും കൂടി ഞാൻ അതിൽ കാണുകയാണ്. അതെൻ്റെ വ്യക്തിപരമായ ഒരു കാഴ്ചപ്പാടാണ് കേട്ടോ. മനസ്സിലായോ? അതെൻ്റെ ഒരു വ്യക്തിപരമായ കാഴ്ചപ്പാടായിട്ട് നിങ്ങൾ കൂട്ടിയാൽ മതി. എന്തെന്നാണ് അമ്മ ത്രേസ്യ ഈ സഹപ്രവർത്തകരോട് പറയണത്? സഹോദരിമാരെ, നിങ്ങൾ അങ്ങനെ ചിന്തിക്കല്ലേ, ഒരു കാരണവുമില്ലാതെയാണ് നിങ്ങളെ അവർ പീഡിപ്പിച്ചതെന്ന് പറയല്ലേ. കാരണമുണ്ട്. എന്താ കാരണം? അത് ദൈവഹിതമാണ്. അതാണ് കാരണം. മനസ്സിലാവുണ്ടോ? അതുകൊണ്ടാണ് നമ്മൾ ഈ മാനസികമായൊക്കെ അല്ലെങ്കിൽ ശാരീരികമായൊക്കെ പീഡിപ്പിക്കപ്പെട്ടത്, അവഹേളിക്കപ്പെട്ടത്, തിരസ്കരിക്കപ്പെട്ടത്, ഒറ്റുകൊടുക്കപ്പെട്ടത്, ചതിക്കപ്പെട്ടത്. 55 സങ്കീർത്തനം, സ്നേഹിതനാൽ വഞ്ചിക്കപ്പെട്ടവൻ. എൻ്റെ ഹെഡ്ലൈൻ അതാണ്. ഇപ്പം അതിലോട്ടൊന്നും പോകണില്ല. മനസ്സിലാവുണ്ടോ? എന്തുകൊണ്ടാണ്, എന്താ റീസൺ ഇതിൻ്റെ എല്ലാം? അപ്പോൾ അതൊക്കെ എനിക്ക് ശരിക്കും മനസ്സിലാകണേ ഇതിങ്ങനെ വായിച്ചപ്പോൾ. അപ്പോൾ എന്താണ്, എന്നോട് ഇങ്ങനെ ചെയ്യാൻ അവർക്ക് ഒരു കാരണവുമില്ല, എന്നിട്ടാണ് അവർ എന്നോട് ഇങ്ങനെ ചെയ്തതെന്ന് നമ്മൾ നിരന്തരം പുലമ്പിക്കൊണ്ടിരിക്കുന്ന ഒരു ഡയലോഗാണോ അല്ലയോ? ഞാനങ്ങനെ പറയാറുണ്ട്. ഒരു കാര്യമില്ലാണ്ടാണ് എനിക്കിട്ട് അത് അവരങ്ങനെ ചെയ്തതെന്ന് ഞാൻ പറയാറുണ്ട്. അപ്പോൾ എന്താണ് കാരണം? കാരണം നമ്മൾ മനസ്സിലാക്കണില്ല. സ്റ്റക്കായോ നമ്മളെല്ലാവരും? മനസ്സിലായോ? അപ്പം ഇത്തിരി പേടിയും തോന്നണ്ടല്ലേ, ഇങ്ങനെയൊക്കെ ഉണ്ടല്ലേ. അപ്പോൾ പിന്നെ അധികം അടുക്കാണ്ടിരിക്കണേ നല്ലത് അല്ലേ? പറഞ്ഞ എൻ്റെ പോയിന്റ് മനസ്സിലാവുണ്ടോ? ഇത് നമുക്ക് എല്ലാവർക്കും ഇത് കിട്ടിയിട്ടുണ്ട് ശരിക്ക്. പക്ഷെ അപ്പോഴൊന്നും ഇത്രയും വലിയ ഈ കാര്യം അത്രത്തോളം ഒരു ബോധ്യം വന്നിട്ടില്ല. ഇപ്പം ഇത്തിരി ബോധ്യം വന്ന്. അപ്പം എന്നാലും ഇത്തിരി ഭയവും വന്നണ്ടോ? അങ്ങനെ എനിക്ക് അങ്ങനെ തോന്നണേ. ഓ അങ്ങനെയാണല്ലേ. അപ്പോൾ ഇത് അറിയാണ്ട് ഇത്ര നാൾ സഹിച്ചുകൊണ്ട് കുഴപ്പമുണ്ടായില്ല. ഇതിപ്പോൾ ഇങ്ങനെ അറിഞ്ഞപ്പോൾ അല്ലേ, അങ്ങനെയൊക്കെ എനിക്ക് തോന്നണേണ് ഇവിടെ ഇരിക്കുമ്പോൾ കേട്ടോ. ഞാൻ പറയാം. അപ്പോൾ എന്താണ് ഒരു കാരണം എന്നതുപോലുള്ള അഭിപ്രായങ്ങൾ കേൾക്കുമ്പോൾ വിശുദ്ധ പറയും, ദൈവം നമ്മെ മോശമായ കാര്യം. അപ്പം ഇത് അപ്പം ഈ നിങ്ങളീ പറഞ്ഞു വരുന്ന ഡയലോഗ്, ഈ ഒരു കാരണമില്ല എന്നൊക്കെ ആൾക്കാർ ഇങ്ങനെ നമ്മളെ ചീത്ത പറഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ അത് മോശമായ കാര്യമാണ്. അത് നല്ലതാണെന്ന് വിശുദ്ധ പറയണേ. അതാണ് നല്ലത്. നിങ്ങൾ മോശം അല്ലേ, അത് നമ്മൾ പറയണതാണ്. അതങ്ങനെ പറയണ്ട, അത് നല്ല കാര്യമാണ്. കാരണം ഒരു കാരണമില്ലാതെ പീഡിപ്പിക്കപ്പെടണം എന്നുള്ളതാണ്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിലെ ആ മലയിലെ പ്രസംഗത്തിൽ നിങ്ങൾ ആനന്ദിച്ച് ആഹ്ലാദിക്കുവിൻ എന്ന് പറയണ ഒരു വചനം ഉണ്ടല്ലോ. അതെത്രയാണ്? അതൊന്ന് എടുത്ത് വായിക്കാമായിരിക്കെങ്കിലും. മത്തായിയുടെ സുവിശേഷം മലയിലെ പ്രസംഗത്തിൻ്റെ ആ ഭാഗത്ത് 5-ാമത്തെ വചനം 5-ാമത്തെ അധ്യായത്തിലാണോ? 5-ാമത്തെ അധ്യായത്തിലല്ലേ? ഒന്ന് വായിച്ച് കിട്ടിയ ആർക്കെങ്കിലും അത് ഒന്ന് വായിച്ച് അതൊന്ന്. അഞ്ച് ഒരു സെക്കൻഡ് 12 ഇവിടെ. ഞാനത് വായിച്ചോളാം. നിങ്ങൾ കേട്ടാൽ മതി. ഞാനൊന്ന് വായിക്കട്ടെ. എന്നെ പ്രതി, ആരെ പ്രതി? യേശുവിനെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ എങ്ങനെ പറയുമ്പോഴാണെന്ന് ശ്രദ്ധിക്കാം. കറക്റ്റ് യഥാർത്ഥമായ കാര്യങ്ങൾ പറയുമ്പോഴാണെന്നാണോ? അല്ല, വ്യാജമായി. അതാണ് കാരണം കൂടാതെ അവരെന്നെ വെറുത്തു എന്ന്. മനസ്സിലാവുണ്ടോ? വ്യാജമായി, നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ അനുഗ്രഹീതർ. ഇങ്ങനെ അനുഗ്രഹീതർ എന്ന് പറയുമ്പോൾ ആൾക്കാർ പറയും ലേശം വട്ടുണ്ട്. അനുഗ്രഹീതർ കണ്ടോ? നിങ്ങൾ ആനന്ദിക്കും. നമുക്ക് ആനന്ദിക്കാൻ പറ്റുമോ? ഉള്ള വീടൊക്കെ നമ്മൾ നേരെ തല തിരിച്ചു വയ്ക്കും അല്ലേ? ഇങ്ങനത്തെ അനുഭവം വരുമ്പോൾ വേറെ എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ? ആനന്ദിക്കേ.
ഇപ്പം കാണിച്ചു തരാം. നിങ്ങൾ ആനന്ദിക്കുവിൻ, ആഹ്ലാദിക്കുവിൻ, എന്തെന്നാൽ സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. കണ്ടോ, നിങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ ഇപ്രകാരം പീഡിപ്പിച്ചിട്ടുണ്ട്. അപ്പം ഇതെല്ലാം ഞാനിത് ആലോചിച്ച് വെച്ചിട്ട് പറഞ്ഞതല്ല, ഞാൻ ഈ വചനമൊക്കെ ഇപ്പം ഇങ്ങനെ മനസ്സിൽ വന്നതാണ്. 5:12 മത്തായി. കണ്ടോ, വ്യാജമായി പറയുമ്പോൾ എല്ലാവിധ തിന്മകളും അവർ കാരണം കൂടാതെ എന്നെ വെറുത്തു എന്ന്. കണ്ടോ, അവർ കാരണം കൂടാതെ എന്നെ വെറുത്തു. ഇല്ലേ, നമുക്ക് എല്ലാവർക്കും അനുഭവമില്ല, ഒരു കാരണവുമില്ലാതെ നമ്മൾ വെറുത്തിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടായിട്ടില്ലേ? കരഞ്ഞുകൊണ്ടൊക്കെ നമ്മൾ പുറത്തോട്ട് പോയ സിറ്റുവേഷനൊക്കെ എനിക്കറിയാം. അപ്പം ഓരോരുത്തർക്കും ഉണ്ട്, എല്ലാവർക്കും അങ്ങനെ ഉണ്ട് അനുഭവങ്ങൾ. എങ്ങനെ അവരെ പറഞ്ഞ് മനസ്സിലാക്കും എന്നുള്ളത് ഇന്നും ആ തെറ്റിദ്ധാരണ മാറിയിട്ടില്ല. മനസ്സിലാവണ്ട, ഇനിയൊട്ട് ചിലപ്പോൾ ആ തെറ്റിദ്ധാരണ മരണം വരെ മാറാനും പോണില്ല. അങ്ങനത്തെ അനുഭവങ്ങളൊക്കെ നിങ്ങൾക്കുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നതാണ്. എനിക്ക് നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്, നല്ല കനമായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇതൊക്കെ. അപ്പം ഞാൻ ആ കഥ ഒന്നും ഇനിയിപ്പോൾ അതിലോട്ട് പോണില്ല. അതിലും ചില കാര്യങ്ങൾ നിങ്ങൾ കേട്ടതിൽ നിന്നൊക്കെ നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാവും. പക്ഷെ ഇപ്പോൾ ഒരു കഥ ഓർമ്മ വരാണ് മനസ്സിൽ, അത് പറയണം. അത് പറയുമ്പോൾ പക്ഷേ ആ കഥ പറയണോ? ആ കഥ ഇതാണ്. ഒരു ദിവസം രാത്രിയെ നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോ. എനിക്ക് തോന്നണം ഇത് പഴയ ആൾക്കാർ കേട്ടിട്ടുണ്ട്, എന്നിരുന്നാലും അത്യാവശ്യം പുതിയതായിട്ട് വന്നിരിക്കുന്ന ആൾക്കാരൊന്നും കേട്ടിട്ടില്ല എന്ന് തോന്നുന്നു. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. ഒരു ദിവസം എന്നെയും ഒരു കൂട്ടുകാരനെയും കൂടി ഈ എറണാകുളം ജില്ലയിൽ തന്നെയുള്ള ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് രാത്രി പിടിച്ചുകൊണ്ട് പോവാണ്. ഞാനിത് ഓടിച്ച് പറയാനുണ്ട്, ഇതൊരു വലിയൊരു കഥയാണിത്. ഈ കഥ കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇതിപ്പോൾ ഒരു സിനിമയാണോ, അങ്ങനെയൊക്കെയാണോ, എന്തൊക്കെയാണെന്നൊക്കെ നിങ്ങൾക്ക് തോന്നും. അത് അങ്ങനെ ആയിക്കോട്ടെ, പക്ഷേ ഇത് ഞാനിപ്പോൾ ഓടിച്ച് പറയാം. അപ്പം അങ്ങനെ ആ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ എന്തിൻ്റെ കെയർ ഓഫിലാണ് ഇപ്പോൾ ഈ കഥ പറയണമെന്ന് നിങ്ങൾ വിചാരിക്കണത്? നമ്മളൊന്ന് ഇത് ഓർക്കണം, ഒരു കാരണവും കൂടാതെ, മനസ്സിലായോ? ഒരു കാരണവുമില്ലാതെ അവരെന്നെ വെറുത്തു എന്ന്. അതാണ് കേട്ടോ പോയിന്റ്. അപ്പോൾ ഈ കഥയൊക്കെ കേട്ട് കഴിഞ്ഞിട്ട് ഇപ്പം എന്തിനാ കണ്ണൻ ഇത് പറഞ്ഞതെന്ന് വിചാരിച്ചേക്കരുത്. അപ്പോൾ ഈ പോയിന്റ് ഇതാണ്, ആ പോയിന്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് ഒന്നും കൂടി ഒരാഴത്തിലേക്ക്. അപ്പോൾ അത് വലിയ കണക്ഷൻ ഉണ്ടോ ഇല്ലയെന്നൊന്നും എനിക്കറിയില്ല, അതിപ്പോൾ പറയാൻ പോണേണ്. അപ്പോൾ ഇങ്ങനെ ഞങ്ങളെ രണ്ടുപേരും കൂടി പിടിച്ചുകൊണ്ട് പോയിട്ടൊരു സ്റ്റേഷനിൽ, ഞാൻ സ്റ്റേഷൻ്റെ പേരൊന്നും പറയണില്ല, ഇപ്പോൾ സ്ഥലവും പറയണില്ല, ഇവിടെ കുറച്ച് ഇത്തിരി ദൂരെ മാറിയിട്ടുള്ള സ്റ്റേഷൻ. ഞാൻ വ്യക്തിപരമായിട്ട് നിങ്ങൾക്ക് പിന്നീട് അതൊക്കെ ഞാൻ പിന്നെ പറയുമ്പോൾ അതൊക്കെ പറയാം. ഇപ്പോൾ നമ്മളിത് റെക്കോർഡിങ്ങും കൂടിയാണല്ലോ, നമ്മളിപ്പോൾ വെറുതെ എന്തിനാണ് മറ്റുള്ളവരെ വിമർശിക്കണം? പേടിച്ചിട്ടൊന്നുമല്ല കേട്ടോ, ഈ പോലീസുകാരെ പേടിച്ചിട്ടാണ്, അങ്ങനെയൊക്കെ വിചാരിച്ചേക്കരുത്. അങ്ങനെയാണെങ്കിൽ ഞാനെപ്പോൾ പറഞ്ഞെന്ന് ചോദിച്ചാൽ മതി. അത് പക്ഷേ എനിക്കവരെ നമ്മൾ കുറ്റപ്പെടുത്താൻ ആഗ്രഹിക്കണില്ല. ആ രഹസ്യം എനിക്ക് മനസ്സിലായത് കൊണ്ടാണ് ഞാനിപ്പോൾ അവരെ കുറ്റപ്പെടുത്താൻ ആഗ്രഹിക്കാത്തത്. അപ്പോൾ അങ്ങനെ കൊണ്ടുപോയിട്ട് അങ്ങോട്ട് കെട്ടിത്തൂക്കി അങ്ങോട്ട് ഇട്ട്, ഈ ഗേങ്ങല്ലേ കെട്ടിത്തൂക്കിയിട്ട് ഇങ്ങനെ വടത്തിൽ ഇങ്ങനെ കെട്ടിത്തൂക്കിയൊക്കെ ഇടുക, അങ്ങനെ കുറേ കലാപരിപാടി. അങ്ങനെ എന്നിട്ട് ചെയ്തത് നേരെ വിവസ്ത്രനായി, അതായത് നഗ്നനാക്കി കിടത്തിയിട്ട് ബെഞ്ചുമേലി ഹാൻഡ് ക്രാഫ്റ്റ്, അതായത് വിലങ്ങ് ഇങ്ങനെ അടിയിൽ കൂടി വെക്കും, തോർത്ത് വെച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ച് കാലൊക്കെ കെട്ടിയിട്ട് കാലിൽ ചൂരലിനടിക്കും. അതൊരു കേരള പോലീസിൻ്റെ ഒരു പീഡന മുറകൾ ഞാൻ ഒന്ന് സൂചിപ്പിക്കുകയാണ്. അപ്പം ഇങ്ങനെ അടിച്ചു കൊണ്ടിരിക്കണം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വേറെ എന്താ ചെയ്യണമെന്നറിയോ? ഈ ഓരോ സ്റ്റേഷനിലും ഇടിമുറി ഉണ്ടാവും. ആ ഇടിമുറിയിൽ അമ്മിക്കല്ലൊക്കെ ഉണ്ടാവും. ആ അമ്മിക്കല്ലിൽ എന്ത് ചെയ്യും? കംപ്ലീറ്റ് മുളകിൻ്റെ എസൻസ് മുളകും കൊണ്ടുവന്നിട്ട് എസൻസ് എടുക്കും. എസൻസ് എടുത്തിട്ട് എന്ത് ചെയ്യും? നേരെ ജനനേന്ദ്രിയത്തിൻ്റെ ഉള്ളിൽ കണ്ണിൽ ഒക്കെ തേക്കാണ്. അപ്പോൾ ഈ ചൂരലിനടിയും. അപ്പം ഇങ്ങനെ കുറേ ഇതിൻ്റെ ഇടയിൽ ബൂട്ടിന് കയറി ഈ ചവിട്ടി ഈ എല്ലും അതൊക്കെ കുറേ കാര്യങ്ങൾ ഞാനിപ്പോൾ അതിലോട്ടൊന്നും ഒരുപാട്. അപ്പം നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടുമല്ലോ എങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഒരു 5-6 കാര്യങ്ങൾ ഒരു സമയം തന്നെ ചെയ്യണേ. 5-6 പീഡനങ്ങൾ ഒറ്റ സമയം. അങ്ങനെ സഹിക്കാൻ പറ്റും? ഈ കെട്ടിത്തൂക്കിയിടണമെന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ നിങ്ങൾക്ക് വ്യക്തിപരമായിട്ട് പിന്നീട് പറഞ്ഞില്ല, ഞാൻ ഇപ്പോൾ കഥ ഒരുപാട് കൂട്ടിക്കൊണ്ടു പോകണില്ല. അപ്പം അങ്ങനെ അപ്പം ഇത് എന്തിനാ ചെയ്യണേന്ന് ഞങ്ങൾക്ക് അറിയണില്ലേ? എന്തിനാ ഇത് ചെയ്യണത്? അപ്പം എന്നെ കെട്ടിത്തൂക്കി ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പം എൻ്റെ കൂട്ടുകാരനെ ചെയ്ത് ഇതെല്ലാം കഴിഞ്ഞിട്ട്, എടാ മാല പൊട്ടിച്ചത് എവിടെ നിന്നാണ്? അത് പൊട്ടിച്ചിട്ട് നിങ്ങൾ എങ്ങാട് പോയി എന്നാണ് പറയാം. മനസ്സിലായോ? മാല പൊട്ടിച്ചിട്ട് നിങ്ങൾ എങ്ങാട് പോയിരുന്നു. അപ്പം മാല പൊട്ടിച്ചോ? നമുക്ക് മറ്റുള്ള ഇപ്പോൾ അടിപിടി കേസ് അങ്ങനെയുള്ള കേസുകളുണ്ട്, ഇങ്ങനെ ഗുണ്ടാ പ്രവർത്തനം നടത്തി അങ്ങനത്തെ കേസുകളൊക്കെ ഉണ്ട്.
ഈ മാല പൊട്ടിച്ച മോഷണ കേസ്, അങ്ങനെ മാല പൊട്ടിച്ച കേസ് നമുക്കില്ല, അങ്ങനെ ചെയ്യാൻ പോയിട്ടില്ല നമ്മൾ. അപ്പം അങ്ങനെ അതെന്തിനാണ് മാല പൊട്ടിച്ച കേസ്, നമ്മൾ മാല പൊട്ടിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അത് സമ്മതിക്കണില്ല ഇവർ. നിങ്ങളാണെന്ന് പറയണം. ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ, നമ്മളത് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് സമ്മതിക്കണില്ല. ലാസ്റ്റ് ഞങ്ങൾ സമ്മതിച്ച് ഞങ്ങളാണ് ചെയ്തതെന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിലും ഇത് നിർത്തട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പം അങ്ങനെ സമ്മതിക്കണമെന്നുണ്ടെങ്കിൽ ശാരീരിക പീഡനം എന്തോരമായിട്ട് വേണം, മനസ്സിലാവുന്നുണ്ടോ? അപ്പം അങ്ങനെ ഞങ്ങൾ സമ്മതിച്ചപ്പോൾ അപ്പോൾ അവർ പറയണം പിന്നെ അത് ഇന്ന സ്ഥലത്തു നിന്ന് പൊട്ടിച്ചിട്ട് പിന്നെ അങ്ങാട് പോയി എന്താ ചെയ്തതെന്ന്. അപ്പോൾ അത് ചെയ്താലല്ലേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ വീണ്ടും പെട്ട് ഒരു നുണ പറഞ്ഞ് രക്ഷപ്പെടാമെന്ന് വിചാരിച്ചപ്പോൾ ചെയ്യാത്ത കാര്യം ചെയ്തു എന്ന് പറഞ്ഞ് ഈ പീഡനത്തിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് വിചാരിച്ചപ്പോൾ അപ്പോഴും നമ്മൾക്ക് അത് പൂർണ്ണമായിട്ട് പറഞ്ഞു കൊടുക്കാൻ അറിയണ്ടേ, പറയണ്ടേ ഇത്. അപ്പം അത് പറ്റണില്ല. അപ്പോൾ വീണ്ടും നമ്മൾ അവിടെ ഇതാവണേ, പിന്നെ മുന്നോട്ട് നുണ പറയാൻ പറ്റണില്ല. അപ്പം അങ്ങനെ ഇരിക്കെ ഒരു പോലീസുകാരൻ വന്നിട്ട് അന്ന്, അതായത് ഒരു 2003 കാലഘട്ടത്തിൽ അല്ലെങ്കിൽ 2003-2004 ആ കാലഘട്ടത്തിലെ കഥയാണ് കേട്ടോ. അപ്പം അന്ന് റിലയൻസിൻ്റെ 500 ചില്ലായിരം രൂപയ്ക്ക് ഇറങ്ങിയിരിക്കുന്ന ഒരു കോലൊക്കെ ഉള്ള ടൈപ്പ് ഒരു റിലയൻസിൻ്റെ സെറ്റ്. അങ്ങനെയാണ് മൊബൈൽ ഫോൺ കൂടുതൽ എന്താവുന്നത്, പ്രചാരത്തിൽ വരുന്നത് ആ റിലയൻസിൻ്റെ സെറ്റ് ഇറങ്ങിയതോടുകൂടി. അപ്പോൾ ആ ഫോൺ കൊണ്ടുവന്നിട്ട് ഞങ്ങളെ കാണിച്ചിട്ട് ചോദിക്കുകയാണ്, എടാ ഇത് ആരുടെ മൊബൈലാണെന്ന് ചോദിക്കുക. അപ്പോൾ എൻ്റെ കൂടെയുള്ളത് ഉണ്ണി എന്ന് പറഞ്ഞ കൂട്ടുകാരാണ്. അപ്പോൾ ഉണ്ണി പറഞ്ഞ്, സാറേ ഇതെൻ്റെ ഫോണാണ്, ഇതെൻ്റെ ഫോണാണ്, ഈ എൻ്റെ ഫോൺ ഇത് നഷ്ടപ്പെട്ടതാണിത്, മനസ്സിലായോ, ഇത് നഷ്ടപ്പെട്ടതാണെന്ന് പറഞ്ഞു. അപ്പോൾ അത് എവിടെ വെച്ച് നഷ്ടപ്പെട്ടു എന്ന് ചോദിച്ചു. അപ്പം എവിടെ വെച്ച് നഷ്ടപ്പെട്ടാലും ഈ ഫോൺ, ഈ കുറ്റകൃതി, ഈ മാല പൊട്ടിച്ചു എന്ന് പറയുന്ന ആ സ്പോട്ടിൽ ഈ ഫോൺ ഇവർക്ക് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ അത് ഇവർ പറയണത് നുണയല്ലല്ലോ, നുണയാണോ, മനസ്സിലാവുന്നുണ്ടോ? ഇവർ പറയണത് നുണയല്ല. ഈ ഫോൺ അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്, തൊണ്ടി മുതൽ കിട്ടിയിരിക്കണം. ആരാണോ മാല പൊട്ടിച്ചത് ആ മാല പൊട്ടിച്ച ആളുടെ ഫോൺ ഇവിടെ കിട്ടിയിരിക്കണം. അപ്പോൾ പോലീസുകാർ പറയണത് നുണയല്ല. പക്ഷേ ഞങ്ങൾ പറയണു ഈ ഉണ്ണിയുടെയാണ് ഫോൺ, പക്ഷേ ഞങ്ങൾ പറയണു മാല പൊട്ടിച്ചിട്ടില്ല എന്ന്. ഇപ്പം എന്താ സംഭവം, മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ അത് ഈ ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്ന് നമ്മൾ നേരെ നോർത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഒന്ന് പോകണേ കേട്ടോ, നോർത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക്. അപ്പോൾ നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ണിയുടെ വേറൊരു കൂട്ടുകാരനും കൂടി ഇത്തിരി മദ്യം കഴിച്ചിട്ട് അവിടെ കിടന്ന് ഉറങ്ങിപ്പോയി. അത് വേറൊരു കാര്യത്തിന് വേണ്ടി പോയതാണ് അവിടെ. അപ്പോൾ അങ്ങനെ ഇരുന്ന് അവിടെ ഉറങ്ങിപ്പോയി പെട്ടെന്ന് കുറച്ച് നേരം. ഉറങ്ങിപ്പോയപ്പോൾ അവിടെ റെയിൽവേ പോലീസിലുണ്ടായിരുന്ന ഒരു ഡ്യൂട്ടി പോലീസുകാരൻ വന്നിട്ട് പ്ലാറ്റ്ഫോം ടിക്കറ്റ് ചോദിക്കുകയും അങ്ങനെ പ്രശ്നം ഉണ്ടാകുകയും അങ്ങനെ ഒരു വാക്ക് തർക്കമൊക്കെ ഉണ്ടാകുകയും ഉണ്ണിയുടെ ഈ മൊബൈൽ മേടിച്ചുകൊണ്ട് പോവുകയും ചെയ്തു. അപ്പോൾ ഉണ്ണി ഇതറിയണില്ല, ഉണ്ണിയുടെ പോക്കറ്റിൽ നിന്ന് ഉണ്ണി ഉറങ്ങാണ്, മറ്റവൻ ഇത്തിരി എണീറ്റിരിക്കും. അപ്പോൾ അങ്ങനെ മേടിച്ചുകൊണ്ട് അപ്പോൾ കുറച്ച് നേരം അല്ലെങ്കിൽ കുറച്ച് മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഉണ്ണി പോയിട്ട് ഇത് ചോദിച്ചപ്പോൾ ആളിത് കൊടുത്തില്ല, മനസ്സിലാവുന്നുണ്ടോ? കൊടുത്തില്ല ഈ ഫോൺ. അത് നീ സ്റ്റേഷനിൽ ഒന്ന് മേടിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ ഉണ്ണി പറഞ്ഞു, സാർ അപ്പോൾ അതിനും 2 ദിവസം മുമ്പ് ഇത് വെള്ളത്തിൽ പോയതാണ് ഈ ഫോൺ, മനസ്സിലാവുന്നുണ്ടോ? ഈ ഫോൺ അതിനും 2 ദിവസം മുമ്പ് ഈ ഫോൺ വെള്ളത്തിൽ പോയതാണ്. ഞങ്ങൾ വഞ്ചിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ വഞ്ചി മുങ്ങി, ഞങ്ങളെല്ലാവരും വെള്ളത്തിൽ വീണു. അപ്പോൾ ഈ ഫോണും വെള്ളത്തിൽ പോയി. പക്ഷെ അത് അവന് നീന്തലും കാര്യങ്ങളൊക്കെ അറിയാവുന്നതുകൊണ്ട് അവൻ വെള്ളത്തിൽ ജോലി ചെയ്യുന്ന ഒരാളും കൂടി ആയതുകൊണ്ടിട്ട് അവൻ കറക്റ്റായിട്ട് അത് മുങ്ങിയെടുത്തു ആ ഫോൺ. പക്ഷെ അത് വർക്ക് ചെയ്യാനുണ്ടായില്ല ഈ പോലീസുകാരൻ അത് കൊണ്ടുപോകുമ്പോൾ. ആ ഫോണാണ് ഈ മാല പൊട്ടിച്ചു എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് കിട്ടിയിരിക്കുന്നത്. അപ്പം ഞങ്ങളുടെ വീടെന്ന് പറഞ്ഞാൽ വടുതല ഭാഗത്താണ്, പെരുമ്പാവൂർ ഭാഗത്താണ് ഈ സംഭവം കേട്ടോ. അത്രയും കൂടി സൂചിപ്പിക്കുക, പെരുമ്പാവൂർ ഭാഗത്ത്. അപ്പോൾ അവിടെ നിന്നാണ് ഒരു സ്ത്രീയുടെ മാല മോഷണം പോയേക്കണത്. അപ്പോൾ അവിടെ നിന്നാണ് ഈ ഫോൺ കിട്ടിയിരിക്കുന്നത്. ഫോണാണെങ്കിൽ ഫോണിൻ്റെ ഉടമ ഉണ്ണിയാണ്. ഉണ്ണി ഈ മാല പൊട്ടിച്ചിട്ടുമില്ല, മനസ്സിലാവുന്നുണ്ടോ? എന്തെങ്കിലും ഐഡിയ കിട്ടണ്ടോ നിങ്ങൾക്ക്, മനസ്സിലായോ? അപ്പോൾ അങ്ങനെ ഉണ്ണി പറഞ്ഞു, സാറ് അപ്പോൾ ഇതിൽ കുറേ ഞങ്ങൾ അനുഭവിച്ചിട്ടോ. അപ്പം കുറേ ശാരീരികമായിട്ട് കുറേ പീഡിപ്പിച്ചു. ഒരു രാത്രി മുഴുവനും ഇട്ട് ഞങ്ങളെ വെളുപ്പിനെ വരെ ഇട്ട് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്തവർ. 3 ദിവസമായിട്ടും എൻ്റെ യൂറിൻ പാസ് ചെയ്യണത് 3 തുള്ളിയാണ് പോണതെന്ന് ഞാൻ എണ്ണിയാണ് ആ 3 തുള്ളി, മനസ്സിലാവുന്നുണ്ടോ? ചോര വരുമോ എന്ന് പേടിച്ചു പോയി ഞാൻ. യൂറിൻ പാസ് ചെയ്യാൻ പറ്റണ്ടായില്ല 3 തുള്ളി. അപ്പോൾ എന്നിട്ട് ഞാൻ നിർത്തിക്കളയായിരുന്നു അങ്ങനെ 3 ദിവസം. അപ്പോൾ അത്രയും. അപ്പോൾ അങ്ങനെ അപ്പോൾ ഉണ്ണി പറഞ്ഞു, സാറേ
ഒരു കാര്യം ചെയ്യും, ഞാൻ ഈ ഫോൺ ഉപയോഗിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ടവറൊക്കെ കിട്ടുമല്ലോ ഇത് ആ സമയങ്ങളിൽ. അപ്പോൾ അതൊക്കെ നോക്കി നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റുമല്ലോ എന്ന് വെച്ചപ്പോൾ പോലീസുകാർ എന്ത് ചെയ്തു, അവരെ പഠിപ്പിക്കാൻ പോകണമെന്നുള്ള നിലയിൽ നീ അത് അവിടെ കുറേ ചീത്ത വാക്കൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളിത് ഇപ്പോൾ ഒന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ നീ ഞങ്ങളെ പഠിപ്പിക്കണ്ട, ഞങ്ങൾ നോക്കിക്കോളാം. പക്ഷേ അതിലൊരു പോലീസുകാർ അല്ലെങ്കിൽ SI അത് വളരെ കാര്യമായിട്ട് എടുത്ത് അതിൻ്റെ ടവറൊക്കെ അന്നത്തെ ദിവസത്തെ കണ്ടുപിടിച്ചു. മനസ്സിലായോ? കണ്ടുപിടിച്ചു. അതിൻ്റെ ഇടയിൽ അങ്ങനത്തെ ഒരു അന്വേഷണം റിലയൻസിൻ്റെ ഓഫീസിൽ പോയി അവർ അന്വേഷണമൊക്കെ നടത്തുന്നുണ്ട്. ഇതൊക്കെ ഇതിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ മറ്റ് 2 കാര്യങ്ങൾ നടന്നതെന്ന് വെച്ചാൽ, ഒന്ന് ഈ ഉണ്ണി ഉപയോഗിക്കുന്ന ഫോൺ അവിടെ നിന്ന് കിട്ടി. പിന്നെ അതുകൂടാതെ ഉണ്ണിനോട് ചോദിച്ചു, എന്നാൽ പോട്ടെ, അപ്പോൾ നിങ്ങൾ അല്ല ചെയ്തെങ്കിൽ നീ അന്ന് എവിടെയായിരുന്നു എന്ന് ചോദിച്ചു. ഉണ്ണിനോട് ചോദിക്കുകയാണ്, നീ അന്ന് എവിടെയാണ്, അന്ന് എവിടെയായിരുന്നു ഈ സംഭവം നടന്നു എന്ന് പറയുന്ന ഞങ്ങൾക്ക് ആ പരാതി കിട്ടിയ അന്ന് നീ അന്ന് എവിടെയായിരുന്നു, നീ ചെയ്തിട്ടില്ലെന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ ഇന്ന ഫ്ലാറ്റിൽ ഇന്ന സൈറ്റിൽ ഞാൻ പെയിൻറ്റിങ് ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അവിടെ ആ സൈൻ ബുക്കിൽ നോക്കിയാൽ അറിയാൻ പറ്റുമല്ലോ, അന്ന് സൈറ്റിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈൻ ഇട്ടിട്ട് അല്ലേ, ഒപ്പിട്ടിട്ട് വേണം കയറാൻ അതാത് ദിവസം. അപ്പോൾ എളുപ്പമായല്ലോ കാര്യം, ഒരു തെളിവായല്ലോ. അപ്പോൾ ഇവർ ആ സൈറ്റിൽ ചെന്ന് നോക്കിയപ്പോൾ അവൻ അന്ന് ആബ്സെൻ്റാണ്. മനസ്സിലാവുണ്ടോ? അന്ന് അവൻ ലീവാണ്. ഇപ്പോൾ 2ാമത്തെ തെളിവ് കിട്ടിയില്ലേ? ഇനി 3ാമത്തെ തെളിവ്, ഞങ്ങൾക്കെതിരെ 1ാമത്തെ തെളിവ് ഒരു ഡിജിറ്റൽ പരമായിട്ട് ഫോൺ തന്നെ കിട്ടി. 2ാമത്തെ തെളിവ് ഈ ആൾ അന്ന് ജോലിക്ക് പോയി എന്ന് പറയണു. പക്ഷേ അന്വേഷിച്ചപ്പോൾ ആൾ ജോലിക്ക് പോയിട്ടില്ല എന്നുള്ളത് ഔദ്യോഗികമായിട്ട് തെളിയാണ്. അവിടെ സൈൻ ഇട്ടിട്ടില്ല, അവിടെ സൈനില്ല, അവൻ വന്നതായിട്ട് തെളിവില്ല. ഉണ്ടെങ്കിൽ അവിടെ തെളിവുണ്ടാവും, അപ്പോൾ അതില്ല, അതും നുണയാണ്. 3ാമത്തെ കാര്യം എന്ന് വെച്ചാൽ, ഈ മാല ആരുടെയാണ് നഷ്ടപ്പെട്ട ആ സ്ത്രീ വന്നിരിക്കുകയാണ്. ആ സ്ത്രീ വന്നിട്ട് CAയുടെ റൂമിലേക്ക് ഞങ്ങൾ 2 വിളിച്ചു. എന്നെ ആദ്യം വിളിച്ചുകൊണ്ടുപോയി, എന്നെ ചൂണ്ടിക്കാട്ടിയിട്ട് ഈ സ്ത്രീനെ കാണിച്ചിട്ട് ചോദിച്ചപ്പോൾ ആ സ്ത്രീ പറഞ്ഞു ഈ ആളല്ല എന്ന് പറഞ്ഞു. പക്ഷേ ഉണ്ണിനെ കാണിച്ചപ്പോൾ അവർ പറയണേ ഈ ആളാണ് എൻ്റെ മാല പൊട്ടിച്ചത്. 3ാമത്തെ തെളിവ് ഞങ്ങൾക്കെതിരെ. ഒന്ന് ആലോചിച്ച് നോക്കിയ, മാല നഷ്ടപ്പെട്ട സ്ത്രീ പറയുകയാണ് ഈ ആളാണ് മാല പൊട്ടിച്ചത്. അപ്പോൾ ഉണ്ണി എന്ന് പറഞ്ഞൊരു കഥാപാത്രം എന്ന് വെച്ചാൽ അവനങ്ങനെ, ഞാൻ ഒരുപാട് കഥയിലോട്ട് കിടക്കണില്ല, അത് സിനിമ സ്റ്റൈൽ കഥയായി പോകും, ഇത്തിരി എന്താ ഇതൊക്കെ പറയാം. അപ്പോൾ അതൊന്നും ഞാനിപ്പോൾ പറയണില്ല. അപ്പോൾ ഉണ്ണി അങ്ങനെ കരയാത്ത ആളാണ്. പക്ഷേ ഉണ്ണി കണ്ണ് നിറഞ്ഞിട്ട് ആ ചേച്ചിനോടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്, ചേച്ചി ഞാനാണ് ആ ചേച്ചിയുടെ മാല പൊട്ടിച്ചതെന്ന് ചോദിക്കുന്നുണ്ട്. മനസ്സിലായോ? എനിക്കത് ഭയങ്കരമായിട്ട്, കാരണം ഞങ്ങൾ ചെയ്തിട്ടില്ല, പക്ഷേ എന്താണ് സംഭവിക്കണമെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുണ്ടായില്ല. പക്ഷേ അപ്പോഴും എനിക്ക് വന്നത് ഇവനെ സംശയമായി, ഉണ്ണിനെ. ഇനി ഇവനെങ്ങാനും എന്നോട് പറയാണ്ട് പോയിട്ടുണ്ടോ? എന്നാലും പോകാൻ വഴിയില്ല. ഞാനറിയാതെ അവനൊരിക്കലും ഒരു സ്ഥലത്ത് പോകില്ല, അവനറിയാതെ ഞാനും പോകില്ല. അങ്ങനത്തെ കൂട്ടുകാരാണ്. അവനൊരാളെ 24 അടി ഇരുമ്പോടിക്ക് അടിച്ചിട്ട് ഒരാളെ കൊന്ന ആളാണ്. അവനങ്ങനെ പോലീസുകാരെ അങ്ങനെ പേടി, ഞാനതൊന്നും ഒരു വീരവാദം പോലെ പറയാഞ്ഞിട്ടിരിക്കാനാണ്. മനസ്സിലായത്? അപ്പം അങ്ങനത്തെ ഒരു വ്യക്തിയാണ് കണ്ണ് നിറഞ്ഞ് ചോദിക്കണത്. എന്ത് ചോദിക്കണത്? ആ സ്ത്രീനോട്, ചേച്ചി ഞാനാണ് ചേച്ചിയുടെ മാല പൊട്ടിച്ചതെന്ന് ചോദിക്കേണ്ട സീനുണ്ട്. അപ്പോൾ SI അപ്പോൾ തന്നെ ചാടി ഇടിക്കാൻ തുടങ്ങി. നീ വേറെ ഒന്നും പറയണ്ട, കുറേ കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇപ്പോഴും അതൊക്കെ ഭയങ്കര ഫീലാണ്. അപ്പോൾ അങ്ങനെ 3 തെളിവ് ഞങ്ങൾക്കെതിരെ. അപ്പോഴാണ് ഉണ്ണി ലാസ്റ്റ് പറഞ്ഞത്, സാറേ അന്നത്തെ ടവർ സാറ് മാറി നോക്കാൻ പറഞ്ഞു, അന്നത്തെ ടവർ നോക്ക്. അപ്പോൾ അങ്ങനെ കുറേ തെറിയൊക്കെ പറഞ്ഞ് ഇവർ പോയെങ്കിലും അവർ സത്യസന്ധമായിട്ട് അത് അന്വേഷിച്ച് 3 ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ്, നിൻ്റെ വീട്ടുകാരെ വിളിക്കും, നിന്നെ പറഞ്ഞു വിടാൻ പോണേന്ന് പറഞ്ഞു, നിന്നെ വീട്ടിലോട്ട് വിടാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞേ, അപ്പോൾ മാല പൊട്ടിച്ച കേസിൽ പ്രതികളല്ലേ, അങ്ങനെ വീട്ടിലോട്ട് പറഞ്ഞേ. നമുക്ക് പ്രതിനെ കിട്ടിയെന്ന് പറഞ്ഞു. പ്രതിനെ കിട്ടിയെന്ന് പറയാണ്. ഇനി അതിൻ്റെ ഇതിലോട്ട് വരാനുണ്ടോ, സംഗ്രഹിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ പോയിന്റിലേക്ക് വരാണ്. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് അറിയണ്ടേ, അതിൻ്റെ ക്ലൈമാക്സിലേക്ക് പോവാണ്. അപ്പോൾ സംഭവിച്ചത് ഇതാണ്, ഈ പോലീസുകാർ അന്വേഷണവുമായിട്ട് ടവർ നോക്കിയപ്പോൾ അത് മുളവുകാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് അന്ന് കൂടുതൽ പ്രവർത്തിച്ചേക്കണത്. ടവർ അവിടെയാണ്. അപ്പം മുളവുകാട് എങ്ങനെ അത് വരുന്നു? അപ്പോൾ അതാണ് ഈ നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏത് പോലീസുകാരനാണ് ഈ ഫോൺ എടുത്തുകൊണ്ട് പോയത്.
അപ്പോൾ അത് ആ പേരൊന്നും ഞാനിപ്പോൾ ഇനി പറയണില്ല, പേരുകൾ പറയുന്നില്ല. അപ്പം ഇന്ന പേരുള്ള വ്യക്തിയെ, പോലീസ് ഉദ്യോഗസ്ഥനാണ്, ഡ്യൂട്ടിക്കാരനാണ് ഈ ഫോൺ എടുത്തുകൊണ്ട് പോയത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വീട് മുളവാടാണ്, മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നേരെ അന്വേഷണം ഈ പോലീസുകാർ ആ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ അവിടെ ചെന്നപ്പോൾ ആ പോലീസുകാരന് പറയാനുള്ള കഥ അതാണ് ഇനി പറയാൻ പോണ ഞാൻ. അപ്പോൾ ആ പോലീസുകാരൻ പറയാണ്, അത് നമ്മൾ കേൾക്കുന്നില്ല ഇവർ അല്ലേ, പിന്നീട് അത് കഴിഞ്ഞിട്ട് ഞാൻ അതിൻ്റെ അടുത്ത ക്ലൈമാക്സിലേക്ക് വരാം. ഇതെങ്ങനെ ഞങ്ങൾ അറിഞ്ഞു എന്ന് കറക്റ്റ് വ്യക്തമായിട്ട് വേടുകളെ അറിഞ്ഞു എന്നുള്ളത്. അപ്പോൾ ഈ പോലീസുകാരൻ പറയാണ്, ഈ ഫോൺ എടുത്തുകൊണ്ട് പോയ പോലീസുകാരൻ പറയാണ്, ഞാൻ ആ ഫോൺ അവിടെ നിന്ന് കൊണ്ടുവന്നപ്പോൾ അത് ഉപയോഗശൂന്യമായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ മരത്തിൻ്റെ ഒരു പെട്ടിയുണ്ട്, പണ്ടൊക്കെ ഇങ്ങനെ അല്ലേ കാരണവന്മാരൊക്കെ ഇങ്ങനെ ഇത്തിരി വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുന്ന ഒരു തരം പെട്ടികളൊക്കെ ഉണ്ടാവും, മരത്തിൻ്റെ പെട്ടികൾ. ആ പെട്ടിയിൽ ഈ ഫോണും വെച്ചിരുന്നു. അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ മകൻ ആ ഫോൺ അതിൽ നിന്ന് എടുത്തുകൊണ്ട് പോയായിരുന്നു. അപ്പോൾ എൻ്റെ മകൻ ആ ഫോൺ എടുക്കുമ്പോൾ അത് പ്രവർത്തിക്കാൻ തുടങ്ങി, ഓട്ടോമാറ്റിക്കലി അത് പ്രവർത്തിക്കാൻ തുടങ്ങി. മനസ്സിലാവുണ്ടോ? ഈ ഫോണും കൊണ്ടുപോയി എൻ്റെ മകനും പിന്നീട്, അപ്പോൾ എൻ്റെ മകൻ ഫോൺ എടുത്തുകൊണ്ടോ എന്നാണല്ലോ പറയണം. അപ്പോൾ ഈ മകനെ എനിക്ക് മനസ്സിലായോ, ഈ മകനിലേക്കാണ് പിന്നെ അന്വേഷണം. മനസ്സിലാവുണ്ടോ? മകനിലേക്ക് ചെല്ലണേ. മകനെ വിളിക്കാൻ പറഞ്ഞു, മകനെ വിളിച്ചു. ഞാൻ അവൻ്റെ പേരും പറയണില്ല. അപ്പം അവനെ വിളിച്ചു, അവൻ്റെ അടുത്താണ് പിന്നെ ചോദിക്കണേ, എന്താണ് നിനക്ക് ഈ ഫോണായിട്ട് ബന്ധം? അപ്പോൾ അവൻ പറയണാണ്, ഞാൻ ഈ മരത്തിൻ്റെ പെട്ടിയിൽ നിന്ന് ഈ ഫോൺ അപ്പം കൊണ്ടെന്ന് വെച്ചത് എടുക്കുമ്പോൾ വർക്ക് ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ അത് ഞാൻ കുറച്ച് ദിവസം ഉപയോഗിച്ചു. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ പെരുമ്പാവൂർ ഭാഗത്ത് പോകാൻ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ വഴി സൈഡിൽ അവിടെ അതായത് റബ്ബർ തോട്ടമൊക്കെയാണ് അവിടെ വെച്ച് ഈ സ്ത്രീ നടന്നു പോകുന്നു. ഈ സ്ത്രീയുടെ മാല ഞങ്ങൾ പൊട്ടിക്കുകയാണ്. അവിടെ വെച്ച് ഈ ഫോൺ മിസ്സായി ആ വരമ്പത്ത് വെച്ചിട്ട്. ഇത് എൻഫീൽഡാണ്. ഈ എൻഫീൽഡ് ഓടിക്കുന്നത് ഈ ഉണ്ണിയാണെങ്കിലും ഈ പറഞ്ഞ വ്യക്തിയാണെങ്കിലും മാല പൊട്ടിച്ചു എന്ന് പറഞ്ഞ വ്യക്തിയാണെങ്കിലും രണ്ടുപേരും റൈഡിങ്ങിന് പക്ക എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ്. രണ്ടുപേരും ഏകദേശം ഒരുപോലെയാണ് ഇരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അതാണ് ആ ചേച്ചിക്ക് തെറ്റിപ്പോയത്. മനസ്സിലാവുന്നുണ്ടോ? രണ്ടുപേരും കാണാൻ ഏകദേശം ഒരുപോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവർ ഈ മാല പൊട്ടിക്കപ്പെടും എന്നൊക്കെ പറയുമ്പോൾ ആ സമയം എന്ന് വെച്ചാൽ പരിഭ്രാന്തിയുള്ള നിമിഷമാണ്. അപ്പോൾ ഏകദേശം ഒരുപോലെ, രണ്ടുപേരും കറുത്തതാണ്, രണ്ടുപേർക്കും ഏകദേശം ഒരേ ആരോഗ്യം, രണ്ടുപേരും നല്ലോണം വണ്ടി ഓടിക്കണവർ. പിന്നെ ആ ഒരു ഇതിൽ ഇവർക്കും തെറ്റിപ്പോയി. അങ്ങനെ യഥാർത്ഥ പ്രതിന അപ്പം ഞാനാണത് ചെയ്തതെന്ന് ഈ ആൾ പറയാണ്. മനസ്സിലായോ? ഈ ആളെ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്ത് വെച്ച് ഞാൻ മദ്യം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ കമ്പനിയിൽ ഇവൻ വന്നിരിപ്പുണ്ട്. അപ്പോൾ എനിക്കറിയില്ല ഇവൻ ആരാണ്. അപ്പോൾ ഇവൻ പറഞ്ഞു വന്നപ്പോൾ ഇങ്ങനെ ഒരു കഥയൊക്കെ പറഞ്ഞപ്പോഴാണ് ഇവനാണ് ആൾ എന്ന് പറയുന്നത്. പിന്നീട് എൻ്റെ ഒരു കൂട്ടുകാരനായിട്ട് അവൻ മാറി. അപ്പോൾ അവനാണ് പിന്നെ ഈ ഞാൻ പറഞ്ഞില്ലേ കറക്റ്റ് വേടുകൾ വരെയും എങ്ങനെ നമുക്ക് കിട്ടിയെന്ന് വെച്ചാൽ ആ പറഞ്ഞ പ്രതി ചെയ്ത പ്രതി തന്നെ നമ്മുടെ അടുത്ത് പറയാണ് പിന്നീട് ഒരു കാലഘട്ടത്തിൽ. അപ്പം അവിടെ വേറൊരു ഡയലോഗ് പറഞ്ഞു, അതും ഒരു പോയിൻ്റാണ്. അപ്പോൾ ഇവൻ പറഞ്ഞേ ഞാൻ പറഞ്ഞു ഞങ്ങൾ കുറേ അനുഭവിച്ചു ആ കേസിലെന്ന് പറഞ്ഞു. ഞാൻ പറയാനാണ്. അപ്പോൾ ഇവൻ പറയണേ ഞാനും അനുഭവിച്ചു. അപ്പം ഞാൻ പറഞ്ഞേ ശ്രദ്ധിക്കണോണ്ട്. അപ്പം ഞാൻ പറഞ്ഞേ നീ ചെയ്തിട്ടാണ് അനുഭവിച്ചത്. മനസ്സിലായോ? നീ അർഹതപ്പെട്ടതാണ് അനുഭവിച്ചത്, ഞങ്ങൾ ചെയ്യാത്തതിനാണ് അനുഭവിച്ചതെന്ന് പറഞ്ഞു. അപ്പം അവൻ എന്നെ ഇങ്ങനെ നോക്കിയിട്ട് അവൻ പിന്നെ മിണ്ടിയില്ല. അതോടുകൂടി പിന്നെ ഞങ്ങൾ ഭയങ്കര കൂട്ടുകാരായി. മനസ്സിലായോ? ഇപ്പം എന്തിനാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഈ കഥ പറഞ്ഞതെന്ന് എനിക്ക് നിങ്ങൾ ചിന്തിച്ചാൽ മതി. മനസ്സിലായോ? എന്തിനാണ് ഈ കഥ ഇവിടെ പറഞ്ഞത്? ഇപ്പോൾ ഒരു കാരണവുമില്ല, നമുക്ക് ഒരു കാരണവും കൂടാതെ അപ്പോൾ ഇത് ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളും ഈ കഥയുമായിട്ട് ഇണങ്ങുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയാൻ പാടില്ല. മനസ്സിലായോ? ഇത് കണക്ഷൻ വരുന്നുണ്ടോ, ഇത് മാച്ചായി പോകുമോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഇതെൻ്റെ ജീവിതത്തിലൊരനുഭവമാണ്. 2003-2004 കാലഘട്ടത്തിൽ നടന്ന ഒരു കഥയാണ്. ഞാനതിൽ ഇനി അതിൽ കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട്, ഘട്ടം ഘട്ടമായിട്ട് പറഞ്ഞു പോകാൻ കാര്യങ്ങളുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെ ഒന്നും പറയാതെ ഓടിച്ചൊരു ചുരുക്കി അങ്ങോട്ട് പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ ഞാനെങ്ങനെ ഇതിൽ പെട്ടു എന്നൊക്കെയുള്ളത് കഥയൊക്കെ ഉണ്ട്. ഞാനെങ്ങനെ ഇതിൽ പെട്ടു
ഉണ്ണിയുടെ മൊബൈലല്ലേ, ഞാനങ്ങനെ പെട്ടു. അപ്പോൾ അതൊന്നും ഞാനിപ്പോൾ ഇതിൽ പറയണില്ല, മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അത് നമുക്ക് പോയിന്റ് മനസ്സിലായില്ലയോ? പോയിന്റ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നവർ ഒന്ന് പറഞ്ഞേ, മനസ്സിലായോ? അപ്പോൾ ആ പോയിന്റ് മനസ്സിലാക്കുക. അതായത് ഒരു കാരണം കൂടാതെ നമ്മൾ പല വിധത്തിൽ നമുക്ക് ബുദ്ധിമുട്ടുകൾ, അപ്പോൾ പല വിധമെന്ന് ഉദ്ദേശിക്കും മാനസികമാകാം, ശാരീരികമാകാം, ചിലപ്പോൾ ഒറ്റപ്പെടുത്തി നിർത്തുന്ന അവസ്ഥ വരും, പരിഹസിക്കപ്പെടുന്ന അവസ്ഥയാകാം. അപ്പം അങ്ങനെ പല രീതിയിൽ. അപ്പോൾ അതൊരു കാരണവും കൂടാതെ മറ്റുള്ളവർ ചെയ്ത തെറ്റിന് നമ്മൾ അനുഭവിക്കേണ്ടി വരിക എന്നൊക്കെ ഉള്ളത് അതന്നല്ലേ ക്രിസ്തു ചെയ്തത്. അതല്ലേ ക്രിസ്തു ഏറ്റവും ആദ്യമേ തന്നെ ചെയ്തൊരു കാര്യം. അതാണ് ഇപ്പം യേശു ക്രിസ്തുവിൻ്റെ രണ്ട് വശത്തും രണ്ട് തടവ് പുള്ളികളെയാണ് ക്രൂശിക്കാൻ ഇട്ടിരുന്നതെന്ന് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം മനസ്സിലാക്കി, അല്ലെങ്കിൽ നമ്മൾ പറയണ്ടായി. നമ്മൾ പറഞ്ഞതല്ല, അത് ബൈബിള് തന്നെ പറയണതാണ്. പക്ഷെ ആ രണ്ട് കുറ്റവാളികളും ചെയ്ത തെറ്റിനാണ് എന്ത് ചെയ്തത്, മനസ്സിലായോ? അർഹതപ്പെട്ട ശിക്ഷയാണ്, മനസ്സിലായോ? അർഹതപ്പെട്ടതാണ്. പക്ഷേ അതിന് നടുക്ക്, ഈ രണ്ട് കുരിശിൻ്റെ നടുക്കൊരു കുരിശുണ്ട്. അതാണ് യേശുക്രിസ്തുവിൻ്റെ കുരിശ്. ആ യേശുക്രിസ്തുവിൻ്റെ കുരിശിൽ, അല്ലെങ്കിൽ ആ യേശുക്രിസ്തുവിൻ്റെ കുരിശ് അത് അനർഹമായ, മനസ്സിലായോ? അർഹമായ സഹനം രണ്ട് കള്ളന്മാർക്ക് കിട്ടി, അർഹതപ്പെട്ട സഹനമാണത് അവരുടെ. പക്ഷേ യേശുക്രിസ്തുവിൻ്റെ സഹനം അനർഹമായ സഹനമാണ്. അനർഹമായ, മനസ്സിലായോ? അർഹതപ്പെടാത്ത. ഇങ്ങനൊരു പോയിൻ്റോടുകൂടി ഇത് നമ്മളിപ്പോൾ നിർത്തണേണ്. ഞാൻ കുറച്ച് ഇപ്പുറത്ത് വരെ കൊണ്ടുപോകാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഈ കഥ കയറി വന്നപ്പോൾ ഇത് നമുക്ക് ഇവിടെ വെച്ച് നിർത്തേണ്ടി വരികയാണ്. അപ്പോൾ ഇത് എവിടെയാണ് വെച്ച് നിർത്തിയെന്നുള്ളത് നിങ്ങൾക്ക് ഒരു കാരണവുമില്ല. ബാക്കി അതിൽ തന്നെ കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്കിനി അടുത്ത പ്രാവശ്യം നോക്കാം. അപ്പോൾ അങ്ങനെ നമുക്കൊന്ന് സ്തുതിക്കാം. നമുക്ക് ഹല്ലേലൂയ, പ്രൈസ് യു ലോർഡ്, താങ്ക് യു ലോർഡ്, പ്രൈസ് യു ജീസസ്, ഹല്ലേലൂയ, താങ്ക് യു ലോർഡ്, പ്രൈസ് യു ജീസസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ പൊക്കത്തെ റെഡ് ഒരു ബട്ടൺ ഉണ്ട്, പൊക്കത്തെ റെഡ്